ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. PCTA കോട്ടയം ചാപ്റ്റർ നടത്തുന്ന ഉണർവിൻ്റെ 15ാമത്തെ സെഷനാണിത്. ഇന്നത്തെ എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ക്ലൈമറ്റ് ചേഞ്ച്. അത് പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ അതൊരു വലിയ ബുദ്ധിമുട്ടായി എന്ന് വേണം ചിന്തിക്കാൻ. നമ്മളെപ്പോലെ ഇച്ചിരി ഓൾഡ് ജനറേഷൻ അതൊക്കെ ഒരു വലിയ അനുഗ്രഹമായി കരുതിയിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ സത്യത്തിൽ ഈ ക്ലൈമറ്റ് ചേഞ്ച് പോലും കൃത്യമായിട്ട് ആ, പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിലും ഒരു സൈക്കോളജി ഉണ്ട് എന്ന് ചിന്തിക്കണം. മാനസികമായിട്ടും ശാരീരികമായിട്ടും അതിനെ കൃത്യമായിട്ട് അടുത്തറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്ന എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ മെമ്പറാണ് വിജയരാമൻ സാർ. സാറ് പല തലങ്ങളിൽ ഒരു പ്രഗത്ഭനാണ്. പ്രത്യേകിച്ച് ട്രാൻസാക്ഷൻ അനാലിസിസ്, അതുപോലെ തന്നെ അതിൽ BTA ഒക്കെ കംപ്ലീറ്റ് ചെയ്തതാണ്. അതുപോലെ എൻവറോൺമെൻറ്റൽ സ്റ്റഡീസിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഫാമിലി തെറാപ്പിയിൽ അങ്ങനെ പൊതുവെ എല്ലാ വിഷയങ്ങളിലും വളരെ കൃത്യമായി വളരെ തിയറട്ടിക്കലായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വിജയരാമൻ സാർ. സോ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഞാൻ വിജയരാമൻ സാറിനെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം ഇന്നത്തെ ദിവസം PCTയുടെ ഭാഗമായിട്ട് കോട്ടയത്ത് നിന്ന് ബാബു തോമസ് സാർ എത്തിയിട്ടുണ്ട്. അതുപോലെ കോട്ടയത്തിൻ്റെ കുറേ മെമ്പേഴ്സ് എത്തിയിട്ടുണ്ട്, ശ്രീകുമാരി മാം. അതോടൊപ്പം സ്റ്റേറ്റിൽ നിന്ന് പ്രസിഡന്റ് മനോഹർലാൽ സാറുണ്ട്. അതുപോലെ തന്നെ ജോൺ ബേബി സാറുണ്ട്, ലാനാൻ സാറുണ്ട്. അതുപോലെ പ്രിയപ്പെട്ട ഓമന ടീച്ചറുണ്ട്, സ്നേഹദ മാമുണ്ട്. അപ്പോൾ എല്ലാവരെയും പത്മമാമുണ്ട്. എല്ലാവരെയും ഒരു വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. വിജയരാജൻ സാമ്പർ എറണാകുളത്തിന്റെ സെക്രട്ടറിയെ കൊട്ടോ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവർക്കും വേണ്ടി. ഓക്കെ, സോറി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും PCTയുടെ എറണാകുളം സെക്രട്ടറി വിജയരാമൻ സാറിനെ PCTക്ക് വേണ്ടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് വിജയരാമൻ സാർ, യു ആർ വെൽക്കം. ഓക്കെ, നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം അല്ലേ? കേൾക്കുന്നില്ല എന്നെ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. യെസ്, ഓക്കെ. ഓക്കെ, അപ്പോ നേരിട്ട് ക്ലാസ്സിലേക്ക് തന്നെ പോവുക അല്ലെ? അപ്പൊ നന്ദി സാബു സാർ, ഏവർക്കും നന്ദി. വളരെ ഒരു ആവശ്യമായ ഒരു സബ്ജക്റ്റ് എടുത്തിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അത് ഈ കാലഘട്ടത്തിന്റെ കൂടി ആവശ്യമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാൻ വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. കാരണം ഒരു പ്രതിസന്ധി അങ്ങനെ ഒന്നും ഉണ്ടോ? നമ്മള് മൊത്തത്തിൽ മനുഷ്യരാശി ഒരു പ്രതിസന്ധിയെ ഈ കാലഘട്ടത്തിൽ നേരിടുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് തന്നെ ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. അതിനുള്ള സ്പഷ്ടമായ തെളിവുകളും ശാസ്ത്രീയതയും നമ്മുടെ മുന്നിലുണ്ട്. അത് നമുക്ക് ഏവർക്കും അറിയാം. ആണെന്നും ആ ആഗോളതാപനം മൂലമുണ്ടായിട്ടുള്ള കാലാവസ്ഥ വ്യതിയാനമാണെന്നും. അപ്പോ ഇന്നത്തെ ക്ലാസിന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനം ഉണ്ട് എന്നുള്ളതിൽ ഇപ്പൊ തർക്കമില്ല. നാം എല്ലാം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് മനുഷ്യ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കുന്നു? ഇത് വിഷയമാക്കിയിട്ട് നമുക്കൊന്ന് ചിന്തിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നാണ്. നമ്മൾ മനുഷ്യര് എന്താണ് അതിനുവേണ്ടി ചെയ്യേണ്ടത്? നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഇത് നേരിട്ട് എന്തു വന്നാലും ഈ കാലാവസ്ഥ വ്യതിയാനം എന്നുള്ളത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനി തടയാൻ പറ്റുമോ? തടയാമെങ്കിൽ എങ്ങനെയാണ്? ആര് തടയുന്നില്ല, ആർക്ക് തടയാൻ കഴിയും? ഇതൊക്കെ തർക്ക വിഷയങ്ങളാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ലോകമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോ ഇതില് ജീവിക്കുന്ന നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതാണ് അന്വേഷണം. നമുക്കറിയാം, എൻവയോൺമെന്റൽ സൈക്കോളജി എന്നൊരു വിഭാഗമുണ്ട്. 60കൾ മുതൽ തന്നെ ഇത് പതുക്കെ വികസിച്ചു വരുന്ന ഒരു മനഃശാസ്ത്ര ശാഖയാണ്. അതില് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് മനുഷ്യ പെരുമാറ്റങ്ങളെ മുഴുവനും സ്വാധീനിക്കുന്നത് അവന്റെ ചുറ്റുപാടുകളാണെന്നാണ്, അവന്റെ എൻവയോൺമെന്റ് ആണെന്നാണ്. അപ്പോ
താപവ്യത്യാസം മനുഷ്യ പെരുമാറ്റങ്ങളെ ബാധിക്കുന്നുണ്ട്. നമുക്ക് എൻവയോൺമെന്റൽ സ്ട്രെസ്, പാരിസ്ഥിതികമായ സ്ട്രെസ് നാം അറിയാതെ തന്നെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് പാരിസ്ഥിതികമാണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതില് അറിയില്ല. നമുക്ക് സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്, സ്ട്രെസ് കൂടുന്നുണ്ട്, സൈക്കോളജി പറയുന്നുണ്ട്. അതില് എനിക്ക് പറയാൻ കഴിയും, ഏത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും സ്ട്രെസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കാൻ ഈ അന്തരീക്ഷോഷ്മാവ് കൂടുന്നത്. അപ്പോ ഒരു ഔട്ട്ലുക്കാണ് എൻവയോൺമെന്റൽ സൈക്കോളജിയിലുള്ളത്, ഈ സ്ട്രെസ് തിയറി എന്ന് പറയും. അപ്പൊ നമുക്ക് ഈ താപം വർദ്ധിക്കുന്ന സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പല പേഴ്സണൽ സ്പേസ്, അതുപോലെ ക്രൗഡിങ്, അങ്ങനെ ശബ്ദം, ഇതൊക്കെ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇതിനൊക്കെ നമുക്ക് സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യണം നമുക്കറിയാം. ഈ കാലഘട്ടത്തിൽ സ്ട്രെസ് മാനേജ്മെന്റ് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ഏറ്റെടുക്കേണ്ട ഒരു കാലമാണ് എന്നത് ഒന്ന് ഉറപ്പിച്ച് ഞാൻ പറയും. കാരണം എൻവയോൺമെന്റൽ സ്ട്രെസ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അതിന് ലാഭം കൂടുന്നത് അടുത്ത കാലത്തൊന്നും കൂടാനേ പോകുന്നുള്ളൂ. കാരണം എമിഷൻ പാരീസ് ഉടമ്പടി പ്രകാരം ഓരോരോ വിവിധ രാജ്യങ്ങള് ഒന്നിച്ചെടുത്ത് 196 രാജ്യങ്ങൾ, 96 ഒന്നിച്ചെടുത്തുള്ള തീരുമാന പ്രകാരം സീറോ എമിഷനിലേക്ക് എത്തണം. ഓരോ ഫോസിൽ ഇന്ധനങ്ങളുടെ ബഹിർഗമിപ്പിക്കല്, അതായത് ഫോസിൽ ഇന്ധനം കത്തിക്കല് 0 മുഴുവനായിട്ട് നിർത്തണം. പെട്രോള്, ഗ്യാസ്, ഈ ഡീസൽ, ഈ 2070 ഇന്ത്യ തീരുമാനം എടുത്തിട്ടുണ്ട് പാരമ്പര്യേതര സ്രോതസ്സുകൾ ഉപയോഗിച്ചിട്ട് ഇത് ഇല്ലാതാക്കുമെന്ന്. പക്ഷെ ഇതെല്ലാം നടപ്പാവുമോ? സംശയകരമാണ്. ഇപ്പോ അമേരിക്കയാണ് ഏറ്റവും അധികം ആഗോള താപനം ഉണ്ടാക്കുന്നതെങ്കിൽ ഫ്യൂസിൽ ഇന്ധനങ്ങൾ വമിപ്പിക്കുന്നുണ്ടെങ്കിൽ അമേരിക്ക ഇപ്പോ മുഖം തിരിഞ്ഞിരിക്കുകയാണ്. പാരീസ് ഉടമ്പടിയിൽ നിന്നേ പോയി. അതുപോലെ തന്നെ ലോകത്തിന്റെ പോലീസുകാരായ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് ഡ്രിൽ ബേബി ഡ്രിൽ എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലെല്ലാം നമുക്ക് ഇതുണ്ട്, ഉത്കണ്ഠുണ്ട്, ഇത് എങ്ങനെ തടയാൻ പറ്റുമെന്ന്. അപ്പൊ തടയാൻ പറ്റിയ ഇതിനോട് നമുക്ക് അഡാപ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അഡാപ്റ്റബിലിറ്റി എന്ന സൈക്കോളജിക്കൽ മെത്തേഡ് വഴി ഇതിനെങ്ങനെ നേരിടാൻ പറ്റത്തക്ക രീതിയിൽ നമുക്ക് സൈക്കോളജി വളരെയധികം ചിന്തിക്കുന്ന കാലമാണിത്. അപ്പൊ ആ രീതിയിൽ എങ്ങനെ ഈ ക്ലൈമറ്റ് ചേഞ്ചിന്, കാലാവസ്ഥാ മാറ്റത്തെ നേരിടാൻ പറ്റുമെന്നാണ് ഞാൻ ഈ ക്ലാസ് വഴി ശ്രമിക്കുന്നത്. അപ്പൊ അതിനോട് ഞാൻ എൻ്റെ വീക്ഷണത്തോടൊന്ന് സഹകരിച്ചിട്ട് പരിപൂർണമായിട്ട് ഒന്ന് ചർച്ചയിലൂടെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ ഞാൻ എൻ്റെ ഇതൊന്ന് ഷെയർ ചെയ്തോട്ടെ, PPT ഒന്ന് ഷെയർ ചെയ്തോട്ടെ കേട്ടോ. ഓക്കെ സർ. ഓക്കെ. PPT കാണുന്നുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ ആണ്. ഓക്കെ ഓക്കെ അല്ലേ? റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ വഴിയെ പറയാം. തൽക്കാലം അത് അങ്ങനെ കണ്ടിട്ടാൽ മതി. ഇപ്പോ കഴിഞ്ഞ ദശകത്തിൽ ലാസ്റ്റ് 10 years നമ്മള് കേരളത്തിന്റെ വായു ശ്വസിച്ചുകൊണ്ട് കേരള മണ്ണില് വിളഞ്ഞ ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ കേരള മണ്ണിലല്ലെങ്കിൽ പോട്ടെ, അത് ഈ മണ്ണിൽ ജീവിക്കുന്നവരാണ് അല്ലെ ഇവിടുത്തെ ചെലം. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നതെന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദശകത്തില് എന്താണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്? ഈ കേരളം
572 കിലോമീറ്ററോളം പരിസ്ഥിതി ദുർബലമായ തീരപ്രദേശമാണ്. പിന്നെയോ ഉയരത്തിലുള്ള സഖ്യസ്ഥാനങ്ങൾ, അതും പരിസ്ഥിതി ദുർബലമാണ്. അതിനിടയ്ക്ക് വളരെ കുറച്ച് ഭൂമി ഇടുങ്ങി, ഇതാണ് ഇതിന്റെ ടോപ്പോഗ്രാഫി അഥവാ ഭൂപ്രകൃതി. ഇത് പരിസ്ഥിതി സൂക്ഷ്മതയുള്ളതാണ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ എൻവയോൺമെന്റലി സെൻസിറ്റീവ് ആണ്. എന്തൊക്കെ പാരിസ്ഥിതിക പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നോ അതെല്ലാം വളരെ പെട്ടെന്ന് കേരളത്തെ വ്യാപിക്കണം. അപ്പൊ ഈ ആഗോളതാപനവും അതുമൂലമുള്ള കാലാവസ്ഥാ വ്യതിയാനവും കേരളത്തെ വളരെ നന്നായിട്ട് കഴിഞ്ഞ ദശകത്തിൽ ബാധിച്ചിട്ടുണ്ട്. ഓർമ്മ ഉണ്ടായിരിക്കണം അല്ലേ? ഉണ്ടായിരിക്കണം എന്നാണ് പറയല്ലേ. നമ്മള് 2016 ഒരു വരൾച്ച ഉണ്ടായിരുന്നു. അതെ. പിന്നെ 2018 മഹാപ്രളയം ഉണ്ടായത്. അതുവരെ നാം ആരും ചിന്തിച്ചില്ല ഈ ആഗോളതാപനം അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാവുന്ന കാലാവസ്ഥ മാറ്റം നമ്മളെ ഇത്രയധികം ഭീകരമായി ബാധിക്കുന്നു നമ്മൾ ചിന്തിച്ചില്ലായിരുന്നു. 2018 മഹാപ്രളയം ഒരുപക്ഷെ അവിചാരിതമായിട്ട് അല്ലെ അപ്രതീക്ഷിതമായിട്ട്. ഇതിനു മുന്നേ മഹാപ്രളയങ്ങൾ ഉണ്ടായത് 100 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. പ്രകൃതിയുടെ സ്വാഭാവികമായ പ്രതിഭാസമാകുന്നത് ഒരു 100 കൊല്ലങ്ങൾക്കിടയ്ക്ക് ഒരു വലിയ പ്രളയം ഭൂമിയിൽ സംഭവിച്ചിട്ടുള്ളത്. ഇത് പക്ഷേ 2018 അത് ഇങ്ങനെയാണോ എന്നൊക്കെ നാം സംശയിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്തും നമ്മൾ അങ്ങനെയൊക്കെ സംശയിച്ചു. പക്ഷേ പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാര്, അതുപോലെ കാലാവസ്ഥ വിദഗ്ധര്, ഇവര് ഇതിനെപ്പറ്റി അനലൈസ് ചെയ്തപ്പോ വളരെ വ്യക്തമായി മനസ്സിലായി അറേബ്യൻ സമുദ്രത്തിലെ ഊഷ്മാവ് വർദ്ധിച്ചതാണ് ഈ പ്രളയത്തിന് കാരണം, പ്രധാനപ്പെട്ട കാരണം. മഴ കൂടുതൽ പെയ്തത്. അത് മറ്റുള്ള കാര്യങ്ങളിലേക്ക് അങ്ങനത്തെ കാര്യം പോകുന്നില്ല. പരിപൂർണ കുറിച്ച് 2018 നമുക്ക് വ്യക്തമായി ഇത് ആഗോളതാപനം മൂലമുള്ള കാലാവസ്ഥ മാറ്റം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 2016 അത് തന്നെയാണ് സംഭവിച്ചത്. ആഗോളതാപനം മൂലമുള്ള കാലാവസ്ഥ മാറ്റം, അതിന്റെ പരിണത ഫലം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അത് ശാസ്ത്രത്തിന് വളരെ നന്നായിട്ട് അറിയാം. വരൾച്ച ഉണ്ടാവും, പിന്നീട് പ്രളയം ഉണ്ടാവും, പിന്നെ കൂടുതൽ മഴ പെയ്യും. അത് നമ്മൾ അതിതീവ്ര മഴയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ പിന്നെ ഉരുൾപൊട്ടലുകളെല്ലാം അതിതീവ്ര മഴ കൊണ്ടുണ്ടാവുന്നതാണല്ലോ. പരിസ്ഥിതി ദുർബലത, കാറി കൂടുതൽ, അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പൊ കേരളത്തിൽ സംഭവിച്ചുള്ള കാര്യങ്ങൾ അഡീഷണൽ ആയിട്ടില്ല എഴുതിയിട്ടുള്ളത്. ഈ കാലാവസ്ഥയുടെ എല്ലാ താളവും തെറ്റിയിരിക്കുകയാണ്. അതിതീവ്ര മഴ എന്ന പ്രതിഭാസം എങ്ങനെ പുരോഗമിച്ച് എന്തൊക്കെ സംഭവിക്കും നമുക്കൊന്നും അറിയില്ല. പുത്തുമലയില് ഉരുൾപൊട്ടിയപ്പോ അതിന്റെ മുന്നേ അതിതീവ്ര മഴയാണ് ആദ്യം ഉണ്ടായത്. ഉരുൾപൊട്ടലുകൾ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാലവർഷം എപ്പോൾ ആരംഭിക്കുമെന്നും അതിൽ എത്രത്തോളം മഴ ഉണ്ടാവുമെന്നും അത് എപ്പോൾ നിൽക്കുമെന്നും ഒന്നിനൊരു വ്യവസ്ഥയില്ലാതായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഒരു വ്യക്തിയെ ഒരു പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനെ പരിചയപ്പെടുത്താണ്. ഡോക്ടർ ജെയിംസ് ലവ്ലോക്ക്. ഇദ്ദേഹം ഒരു ബ്രിട്ടീഷ് വംശജനാണ്. അദ്ദേഹം കെമിസ്റ്റാണ്, കെമിസ്ട്രി. പിന്നീട് എൻവയോൺമെന്റൽ സയൻസ്, പരിസ്ഥിതി ശാസ്ത്രം പഠിച്ച ഒരു പ്രഗത്ഭനായുള്ള ശാസ്ത്രജ്ഞനാണ്. ഇദ്ദേഹത്തിന് നാസ ഒരു ചുമതല ഏൽപ്പിച്ചു, ഒരു ജോലി ഏൽപ്പിച്ചു. കാര്യം ഇതായിരുന്നു, ഈ ഭൂമിയിൽ അമേരിക്ക സാമ്പത്തികമായിട്ടും വികസനം അല്ലെ, തന്റെ രാജ്യത്തിന്റെ വികസനം, സാമ്രാജ്യത്തെ വികസനം അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ പറയാം, അതിന് വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണല്ലോ. അപ്പൊ ഈ ലോകം പോരാ, ഇത് വേറെ ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടാകുമോ, അവിടേക്ക് നമുക്ക് കുടിയേറാൻ കഴിയുമോ, ആ രീതിയിലൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇദ്ദേഹത്തിനെ ഒരു ചുമതല ഏൽപ്പിച്ചു. ഈ ഭൂമിയിലല്ലാതെ വേറെ എവിടെയെങ്കിലും ജീവൻ ഏതെങ്കിലും ഗ്രഹത്തിൽ ജീവൻ നിലനിൽക്കുന്നുണ്ടോ? അപ്പോ അദ്ദേഹം ഏറ്റവും അടുത്ത ഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ചു. ശുക്രൻ അല്ലെ, വീനസ്, പിന്നൊന്ന് ചൊവ്വ. ഇതിന് രണ്ടിലും
ജീവനുണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ശാസ്ത്ര മനസ്സിന് ഒരു ഐഡിയ തോന്നി, എങ്ങനെയാണ് ഇപ്പൊ ജീവൻ ഉണ്ടോ ഇല്ലെന്ന് കണ്ടെത്താൻ പറ്റുക? അവിടെ പോയിട്ട് അങ്ങനെ അത്ര പെട്ടെന്ന് പോയിട്ട് അങ്ങനെ ഒന്നും കണ്ടെത്താൻ പറ്റില്ലല്ലോ. അപ്പൊ സാറ്റലൈറ്റ് ഒക്കെ പരിമിതികളുണ്ടല്ലോ. അപ്പൊ ഇദ്ദേഹത്തിന്റെ മനസ്സിലൊരു ഐഡിയ വന്നു, അതായത് ഭൂമിയിലെ ജീവൻ നിലനിൽക്കുന്ന സാഹചര്യം എന്ത്, ഇതിനെക്കുറിച്ച് നന്നായി പഠിച്ചിട്ട് ആ സാഹചര്യം ആ ഗ്രഹങ്ങളിലുണ്ടോ എന്ന് നോക്കിയാൽ മതി എന്ന് അദ്ദേഹം ചിന്തിച്ചപ്പോ ഭൂമിയിൽ എന്തുകൊണ്ട് ജീവൻ നിലനിൽക്കുന്നു എന്നത് അദ്ദേഹം പഠിക്കാൻ തുടങ്ങി. അദ്ദേഹം പഠിച്ചു വന്നപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ ഭൂമിയിലെ പ്രതിഭാസങ്ങള് ഒരു സെൽഫ് റെഗുലേറ്റിംഗ് സിസ്റ്റമാണ്, സ്വയം നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണെന്ന് പറയുന്നത്. അതിന് മറ്റൊന്നിന് സഹായമില്ലാതെ തന്നെ നിലനിൽക്കാൻ പറ്റുന്നത് ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്തതും തമ്മിലുള്ള പ്രതിപ്രവർത്തനപരമായി ജീവൻ നിലനിർത്താനും ആ ജീവന്റെ സാഹചര്യം ഭൂമിയിൽ നിലനിർത്താനും ആയിട്ട് സ്വയം നിയന്ത്രിക്കുന്ന ഒരു വലിയ ജീവിയെ പോലെ ഭൂമി പെരുമാറുന്നു എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. വലിയൊരു ജീവിയെ പോലെ പെരുമാറുന്നു. ഭൂമി ഒരു ജീവിയാണ്, ഇറ്റ്സ് എ ലിവിങ് എൻറ്റൈറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ അതാണ് അദ്ദേഹം കണ്ടെത്തിയ ശാസ്ത്ര സത്യം. അതിന് അദ്ദേഹത്തിന് തെളിവുകൾ ഉണ്ടായില്ല. അപ്പൊ അത് അനുമാനമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. ഇതിങ്ങനെ, അത് ഹൈപ്പോത്തസിസ്. ഇത് അദ്ദേഹം ആദ്യം ചർച്ച ചെയ്തത് അദ്ദേഹത്തിന്റെ അയൽക്കാരനായിട്ടാണ്. അദ്ദേഹത്തിന്റെ അയൽക്കാരൻ ഇത് കേട്ട് സഹൂതം കേട്ടു. എന്നിട്ട് അയൽക്കാരൻ ചോദിച്ചു, അങ്ങ് പറയുന്നത് ഒരു ഗ്രീക്ക് ദേവതയായ ഗയ്യയാണ് ഭൂമി എന്നാണോ, ഗയ്യയെ പോലെയാണ് ഭൂമി പെരുമാറുന്നത് എന്നാണോ താങ്കൾ പറയുന്നത്? അപ്പോ ഡോക്ടർ ജെയിംസ് ലവ്ലോക്ക് പറഞ്ഞത്, അതെ, ഗയ്യ തന്നെയാണ് ഭൂമി, ഗയ്യ ഹൈപ്പോത്തസിസ്. അപ്പോ അത് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ മിത്തോളജിയും പറയുന്നത്. ഭൂമി ദേവിയാണ്, ആദി പരാശക്തിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം ജെയിംസ് ലവ്ലോക്ക് കൂട്ടിച്ചേർത്തു, ഈ ഭൂമി ജീവൻ നിലനിർത്തുന്ന സാഹചര്യങ്ങളെ ഇല്ലാതാക്കുന്ന വ്യവസ്ഥയെതിരെ പ്രവർത്തിക്കുന്നു, അതിന് വളർത്തുന്ന, അതിനെ സംരക്ഷിക്കുന്ന വ്യവസ്ഥയ്ക്ക് അനുകൂലമായും പ്രവർത്തിക്കുന്നു സ്വയം. ഇതാണ് അദ്ദേഹം കണ്ടെത്തിയത്. അപ്പോ എന്താ അത്? രക്ഷിക്കുന്നവരെ രക്ഷിക്കുകയും ശിക്ഷിക്കുന്നവരെ ക്രൂരമായി തന്നെ ഒടുക്കുന്ന രീതിയിൽ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ജീവിയാണ് ഭൂമി എന്നാണ് ഗയ്യ ഹൈപ്പോത്തസിസ് അദ്ദേഹം സിദ്ധാന്തിച്ചത്. തുടക്കത്തിൽ ഇതിനെ ശാസ്ത്രം അംഗീകരിച്ചില്ല. 1972 ആയപ്പോ ലിൻ മാർഗുലിസ് എന്ന ഒരു യുവതി, ഒരു യുവ ശാസ്ത്ര പ്രതിഭ, ഇതുപോലെ തന്നെ ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് അവരൊരു മൈക്രോബയോളജിസ്റ്റ് ആയിരുന്നു. സൂക്ഷ്മാണുക്കളെ കുറിച്ച് പഠിച്ചു. ഈ ഭൂമിയിലെ സൂക്ഷ്മാണുക്കൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണ് നടക്കുന്നത്. അതാണ് അവർ കണ്ടെത്തിയത്. അവരുടെ ഈ പ്രവർത്തനം ഈ ഡോക്ടർ ജെയിംസ് ലവ്ലോക്ക് പറഞ്ഞ രീതിയിൽ തന്നെയാണെന്ന്. സൂക്ഷ്മാണുക്കൾ എന്ന് പറഞ്ഞാൽ സസ്യങ്ങളും സൂക്ഷ്മാണുക്കൾ ആയിട്ടുണ്ട്, ജന്തുക്കളും സൂക്ഷ്മാണുക്കളായിട്ടുണ്ട്. പ്രത്യേകിച്ച് കടലിലെടുത്ത് നോക്കുകയാണെങ്കിൽ സൈറ്റോ പ്ലാങ്കൻ ഉണ്ട്, ഫൈറ്റോ പ്ലാങ്കൻ ഉണ്ട്. അതായത് സൂക്ഷ്മാണുക്കളാണ്, കടലിലെ ജലത്തിലുള്ള സൂക്ഷ്മാണുക്കളാണ്. ഒന്ന് സസ്യമാണ്, ഒന്ന് ജീവിയാണ്. ഈ സുവോ പ്ലാങ്ക്ടൺ ഈ സുവോ പ്ലാങ്ക്ടനെ ഭക്ഷിച്ചിട്ടാണ് ചെറു മത്സ്യങ്ങൾ ജീവിക്കുന്നത്. അപ്പോ ഈ സുവോ പ്ലാങ്ക്ടൺ നമ്മളെ പോലെ കാർബൺ ഡയോക്സൈഡ് ഭൂമിയിലേക്ക് വിടുന്നു. ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്നുള്ള സസ്യങ്ങൾ, സൂക്ഷ്മജീവികളെ കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കുന്നു. അതുപോലെ തന്നെയല്ലേ ഈ ഭൂമി കരയിലും നടക്കുന്നു, കടലിൽ നടക്കുന്ന പോലെ കരയിലേക്കാളും അധികം കടലിൽ ഈ പ്രക്രിയ നടക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് ജീവൻ നിലനിൽക്കുന്നത്. ഓക്സിജൻ 3 മിനിറ്റിലധികം പ്രാണവായു ശ്വസിക്കാതെ നമുക്ക് മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ തന്നെയാണ് മറ്റ് ജീവികളുടെ അവസ്ഥ. പക്ഷെ ഈ പ്രാണവായു നൽകുന്നത് സസ്യങ്ങളാണ്. ഇത് രണ്ടും കൂടി ഒത്തൊരുമിച്ചൊരു സംവിധാനമാണ് നിലനിൽക്കുന്നത്. കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നു. ആ ഭക്ഷണം ആണ് നമുക്ക് കഴിക്കുന്നത്. സസ്യങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം. അതാണല്ലോ പ്രാഥമികമായിട്ടുള്ള കാര്യം.
അവിടുന്ന് അങ്ങോട്ടാണല്ലോ ഈ വ്യവസ്ഥ, ഭക്ഷണ വ്യവസ്ഥകൾ വരുന്നത്. അപ്പൊ ഇതെല്ലാം അങ്ങനെ ഇഴ വേർപിരിയാത്ത രീതിയിൽ ഒന്നിച്ചൊരു ബന്ധമാണ്. അപ്പോ ലിൻ മാർഗുലിസും ഇതിനെ അനുകൂലിച്ചു. പിന്നീട് ഇപ്പൊ ശാസ്ത്രം എത്തി നിൽക്കുന്നത് ഗൈയ ഹൈപ്പോത്തസിസ് അല്ല, ഗൈയ തിയറിയാണ്. ഗൈയ എന്നുള്ളത് ഒരു തത്വമാണ്. ഈ തിയറിയും ഹൈപ്പോത്തസിസും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ, നമുക്കറിയാമല്ലോ. ഒന്ന് അനുമാനമാണ്, ഒന്ന് തെളിവോടുകൂടി സ്ഥാപിക്കപ്പെടുന്ന തത്വമാണ്. ഇപ്പൊ ഗയോ തിയറി ആയിട്ടാണ് പരിസ്ഥിതി ശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഈവൻ പരിസ്ഥിതിയുടെ നിർവചനത്തിന് പോലും സ്വാധീനിച്ച ഒരു തത്വമായിട്ട് ഗയ്യ തിയറി പരിണമിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഭൂമി ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു സെൽഫ് റെഗുലേറ്റിംഗ് സിസ്റ്റമായിട്ട് ജീവിക്കുന്നു. അപ്പൊ ജെയിംസ് ലവ്ലോക്ക് പറഞ്ഞ ഒരു ജീവിയാണ്, ഒരു വലിയ ജീവിയാണ് ഭൂമി എന്നൊക്കെ പറഞ്ഞതിന്റെ അത് പരിപൂർണമായൊന്നും ശാസ്ത്രലോകം അംഗീകരിക്കുന്നില്ലെങ്കിൽ അതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് എല്ലാ ശാസ്ത്രജ്ഞന്മാരെയും സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനങ്ങൾക്ക് വിലയിരുത്തിയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ കാലാവസ്ഥ മാറ്റം ഉണ്ടായത് ആഗോളതാപനം കൊണ്ടാണ്. ഈ ആഗോളതാപനം കൊണ്ട് കാലാവസ്ഥ മാറ്റം ഉണ്ടാകും എന്നത് 1800-കളുടെ അവസാനത്തിൽ തന്നെ അർഹിനിയസ് എന്ന ഒരു ശാസ്ത്രജ്ഞൻ പ്രവചിച്ചതാണ്. അവിടുന്ന് ഇങ്ങോട്ട് എല്ലാ ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിരന്തരം ഇപ്പോഴും ഇത് 270 നമുക്ക് 4 ലക്ഷം വർഷങ്ങളുടെ പഴക്കമുള്ള ഭൂമിയിൽ നമുക്ക് 20,000 കൊല്ലം വരെ അന്തരീക്ഷത്തിൽ എത്രത്തോളം കാർബൺ ഡയോക്സൈഡ് ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ അറിവ് നമുക്ക് ശാസ്ത്രത്തിന് കിട്ടിയിട്ടുണ്ട്. അതില് ഈ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടിയത് 270 ppm ആയിരുന്നു മുന്നേ. ഇപ്പൊ 425ഓളം ppm-ലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് എത്തിയത് എന്തുകൊണ്ടാണ്? ഇതുകൊണ്ട് തന്നെയാണ്. ഈ 250 കൊല്ലം കൊണ്ടാണ് ഇത്രയധികം വർദ്ധിച്ചത്. ഇതെല്ലാ തെളിവുകളും നമ്മുടെ മുന്നിലുണ്ട്. ഇങ്ങനെയൊക്കെ ആയാലും ഇത് നിർത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്കുണ്ട്, എല്ലാ കഴിവും നമുക്കുണ്ട്. നമുക്ക് പറ്റുത് ഫോസിൽ ഇന്ധനം ഉപയോഗിക്കാൻ നിർത്തിയാൽ ഇത് നിൽക്കുകയും ചെയ്യും. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ലല്ലോ. ഇദ്ദേഹം ജെയിംസ് ലവ്ലോക്ക്, ഭൂമിയെ സ്നേഹിച്ച ഈ ശാസ്ത്രജ്ഞൻ 102 വയസ്സ് വരെ ജീവിച്ചു. 102 വയസ്സ് വരെ അദ്ദേഹം ആരോഗ്യത്തോടു കൂടി ജീവിച്ചു. ഗയ്യ അദ്ദേഹത്തിനെ സംരക്ഷിച്ചു എന്നും കൂടി പറയാൻ മതി. അപ്പൊ അദ്ദേഹം പിന്നെ ഗഹനമായ ശാസ്ത്രപരമായ ഇന്റർവ്യൂകൾ എല്ലാം നൽകുമായിരുന്നു. തൊട്ടടുത്ത ബീച്ചിൽ നടക്കുമായിരുന്നു. 102 വയസ്സ് 102 വയസ്സിൽ അദ്ദേഹം നൽകിയ ഒരു ഇന്റർവ്യൂ നൽകി. അത് യൂട്യൂബിലുണ്ട്. അപ്പൊ അതിന്റെ മുൻപേ ഇദ്ദേഹം വളരെ ദുഃഖിതനായിരുന്നു. അദ്ദേഹം പറഞ്ഞു 2100-ല് ഈ ഭൂമി ഒരു മരുഭൂമിയായി മാറും. ഇതില് മനുഷ്യരും ജീവജാലങ്ങളും മുഴുവൻ 2100-ലാണെന്ന് ഓർക്കണം. 2050 ആകുമ്പോൾ സ്ഥിതിവിശേഷം പരിപൂർണമായി നിയന്ത്രണാതീതമാകും, മരുഭൂമിയാകും എന്നാണ് പറഞ്ഞത്. ജീവികളെല്ലാം ഇല്ലാതാവുമെന്നാണ് ജെയിംസ് ലവ്ലോക്ക് പറഞ്ഞത്. പിന്നീട് 102 വയസ്സിൽ അദ്ദേഹം നൽകിയ ഇന്റർവ്യൂവില് അദ്ദേഹം അല്പം ഒന്ന് മയപ്പെടുത്തി, അല്പം ഒന്ന് ശാന്തനായി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ചെറിയ പിശകുകൾ പറ്റി, കുറച്ച് അതിശയോക്തിപരമായിട്ട് ഞാൻ പോയി, ഞാൻ കുറച്ച് ചുരുക്കാണ്. ഇല്ല, ഭൂമി അങ്ങനെ ഭൂമിയിൽ ജീവിച്ചാൽ പരിപൂർണമായിട്ട് ഇല്ലാതെ ആകുമൊന്നുമില്ല. എന്തുകൊണ്ട്? ഇവിടെ ഒരു വ്യത്യസ്ത സംഭവവികാസം ഉണ്ടായിട്ടുണ്ട്. ഈ യുഗം ഇപ്പോൾ ഏത് യുഗമാണ്? കമ്പ്യൂട്ടർ യുഗമൊക്കെ മാറിയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗമായിട്ട് മാറിയിട്ടുണ്ട്. ദിസ് ഈസ് AI ഇറ. ഈ AI ഇറയില് എനിക്ക് ഡോക്ടർ ജെയിംസ് ലവ്ലോക്ക് പറഞ്ഞ കാര്യമാണ്. ഇന്റർവ്യൂലുണ്ട്, ഇതുണ്ട്, യൂട്യൂബിലുണ്ട്, അത് ഇന്റർവ്യൂ റെക്കോർഡായിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ഞാൻ വിചാരിച്ചിരുന്നത് മനുഷ്യജീവികളാല് ഈ ആഗോളതാപനം നിർത്താൻ
ഇത് ശാസ്ത്രം ഉണ്ടാക്കിയ തെറ്റാണ്. ആ ശാസ്ത്രീയമായ ഇന്നോവേഷൻ വഴി ഇതിനെ മാറ്റാവുന്നതുമാണ്. അങ്ങനെയുള്ള കഴിവ്. പക്ഷെ ആ ഇന്നോവേഷൻ വഴി മാറ്റുക എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്ന കാര്യമാണ്. ശാസ്ത്രീയമായുള്ള രീതിയിൽ തന്നെ മാറ്റുക. അപ്പൊ അതിന് ഇന്നത്തെ ശാസ്ത്രത്തിന്റെ അറിവ് വെച്ച് പറ്റില്ല എന്ന അനുമാനത്തിലാണ് അദ്ദേഹം പറഞ്ഞ് 2100 ജീവൻ മുഴുവൻ നശിക്കുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഇന്ന് വേറൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്. ബയോളജിക്കൽ അല്ലാത്ത മനുഷ്യരെ ജന്മം എടുത്തുകൊണ്ടിരിക്കുകയാണ്. യാന്ത്രിക മനുഷ്യര്, AI മനുഷ്യര്. അവരെ കൊണ്ട് ഈ ആഗോളതാപനം നിർത്താൻ കഴിയുമെന്നാണ് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അവസാനത്തെ ഇന്റർവ്യൂല് അദ്ദേഹം പറഞ്ഞു, മനുഷ്യരെ നിങ്ങൾ ഭയക്കേണ്ട. നിങ്ങൾ ആ ഇന്റർവ്യൂ അദ്ദേഹത്തിനോട് യൂട്യൂബിലുണ്ട് ഇന്റർവ്യൂ. യൂട്യൂബിലുള്ള ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിനോട് ചോദിച്ചത് ഇന്റർവ്യൂർ ഇതാണ്, സാർ അങ്ങനെയാണെങ്കിൽ ഞങ്ങള് മനുഷ്യര് എന്താണ് ചെയ്യേണ്ടത്? AI ഉണ്ട്, AI സപ്പോർട്ടീവ്, ഓക്കെ, ഞങ്ങൾ മനുഷ്യർ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞു, യു അഡാപ്റ്റ്. അതാണ് ഞാൻ ഇതിൽ എഴുതിയിട്ടുള്ള അഡാപ്റ്റ്. എങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും? ഇപ്പോ ഈ 100% എമിഷൻ നിർത്തുക എന്ന് വെച്ചോളൂ. അതായത് ഇന്ത്യക്ക് വികസ്വര രാജ്യങ്ങളുണ്ട്, വികസിത രാജ്യങ്ങളുണ്ട്. ഇന്ത്യ പാവപ്പെട്ട രാജ്യമല്ലേ, വികസ്വര രാജ്യമല്ലേ. ഈ വികസ്വര രാജ്യം 2070 കണക്കാക്കി വെച്ചത്. ബ്രിട്ടൻ 2050 സീറോ എമിഷൻ എന്ന ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നത്. അപ്പോ അതില് അങ്ങനെ സീറോ എമിഷനിൽ എത്തിക്കഴിഞ്ഞാലും തന്നെ ഇന്ന് ഈ സംഭവിച്ചുകൊണ്ടിരുന്ന കാലാവസ്ഥാ മാറ്റം ഇതുപോലെ തന്നെ തുടരും. അതാണ് കാരണം. ഉള്ള കാർബൺ ഡയോക്സൈഡിനെ കുറയ്ക്കുന്നില്ല, കൂടുതൽ ഇതാക്കുന്നില്ലല്ലോ. ഉള്ള കാർബൺ ഡയോക്സൈഡിനെ മാറ്റണമെങ്കിൽ ഇനി 1000-ഓളം കൊല്ലങ്ങൾ കഴിയണം എന്നാണ് ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രളയം, പിന്നെ എന്താണ് വരൾച്ച, അതിനോടൊപ്പം സംഭവിച്ചു നമുക്ക് ഉഷ്ണതരംഗം നമ്മൾ അനുഭവിച്ച കേരളത്തിലുള്ള ആൾക്കാർ. ഉഷ്ണതരംഗം എന്ന് പറഞ്ഞാൽ എന്താ, 40 ഡിഗ്രി ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ 2 ദിവസം നിലനിൽക്കുകയാണെങ്കിൽ അത് ഉഷ്ണതരംഗമായി. അതടക്കം പാലക്കാട് ജില്ലയിലുണ്ടായി. നമുക്ക് പിന്നെ വേറെ ഇപ്പൊ തണുപ്പ് കൂടിയിരിക്കല്ലേ അല്ലേ. ഇപ്പൊ എനിക്ക് 65 വയസ്സായി. 65 വയസ്സിൽ ഇതേവരെ ഞാൻ ഇത്രയും തണുപ്പ് കൂടിയ ഒരു കേരളത്തെ കണ്ടിട്ടില്ല. അപ്പൊ ഇതും ഒക്കെ ഇങ്ങനെയുള്ള ഈ രീതിയിൽ ഇപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ഈ പേരിട്ട് തോറ്റ ഈ കൊടുങ്കാറ്റുകൾ അല്ലെ, ചുഴലിക്കൊടുങ്കാറ്റുകൾ ഒരുപാട് ലോകത്തുണ്ടാവുന്നുണ്ടല്ലോ അല്ലെ. അതും ഈ ആഗോളതാപനം കൊണ്ട് തന്നെയാണ്. സമുദ്രജലത്തിന്റെ പെരുമാറ്റത്തിന്റെ വ്യത്യാസം. കരച്ചാകുമ്പോ കടലിലെ വെള്ളമാണ് ഏറ്റവും കൂടുതൽ അതിനോടൊപ്പം ചൂടാകുന്നത്. അതിനനുസരിച്ച് സമുദ്രജല പ്രവാഹങ്ങൾ വ്യത്യാസപ്പെടുന്നു. എൽനിനോ ലാനിനോ പ്രതിഭാസങ്ങൾ സ്വാധീനിക്കുന്നു. അതിനുശേഷം ന്യൂനമർദ്ദം ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഇത് വർദ്ധിക്കുന്നത്. അപ്പൊ ഈ സംവിധാനം, ഈ രീതി ഇനിയും ഇതുപോലെ തന്നെയാണ് തുടരുക. പഴയ കാലവർഷം, ക്രമമുള്ള കാലവർഷം, ഇതൊന്നും ഇനി പ്രതീക്ഷിക്കണ്ട. ഇതിങ്ങനെ തുടരൂ. അപ്പോ ഈ തുടരുന്ന ഈ മാറ്റത്തിന് ജെയിംസ് ലോലോക്ക് പറഞ്ഞത് അഡാപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോ എങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും? അഡാപ്റ്റബിലിറ്റി എന്ന കാര്യത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ ഓരോരുത്തരും ഇപ്പൊ എന്നെ കേൾക്കുന്ന എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എങ്കിൽ കൂടിയിട്ട് ഞാനൊന്ന് ആഗ്രഹിക്കുകയാണ്, അവരൊന്ന് ഇരിക്കുക, ഒരു നട്ടല് വളയാതെ ഒരു മിനിറ്റ് നേരെ ഇരിക്കുക. എന്നിട്ട് പതുക്കെ കണ്ണുകൾ അടയ്ക്കാം. നമ്മൾ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുത്തുമലയിലെ ദുരന്തമാണ്. അതുപോലെ പല ദുരന്തങ്ങളും നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോ ഏതെങ്കിലും ഒരു ദുരന്തം, ഒരു മഹാപ്രളയം ആയിക്കോട്ടെ, നമ്മുടെ വീടിനെ ബാധിക്കുന്ന രീതിയിൽ ഉണ്ടാകുകയാണ്. കേരളത്തിൽ ഇത് പലരും ബാധിച്ചു കഴിഞ്ഞു. അവരെല്ലാം ഇതുകൊണ്ടാണെന്നുള്ള അവബോധത്തിൽ എത്തിയെന്ന് എനിക്കറിയില്ല. എങ്കിൽ കൂടി നമ്മൾ സ്വയം ചോദിക്കുക, ആസ്ക് ഇഫ് സച്ച് എ കറ്റാസ്ട്രോഫെ, ഇതൊക്കെ കറ്റാസ്ട്രോഫയാണ് അല്ലെ, കറ്റാസ്ട്രോഫെ ഹാപ്പൻ ടു മീ, വാട്ട് ഐ വിൽ ഡു, what will be the emotion inside my mind? Ask if. ഈ ആസ്ക് ഇഫ് എന്നുള്ള ചോദ്യം നിരന്തരം ചോദിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരു മിനിറ്റ് എങ്കിലും ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് ഇതിനെക്കുറിച്ചൊന്ന് റിഫ്ലക്ട് ചെയ്യുക. ഈ
ഇത് നമുക്കും സംഭവിക്കാവുന്നതാണ്. കാരണം അങ്ങനെയാണ് ഇനി ഉള്ള ലോകം. അപ്പൊ അതുകൊണ്ട് ഒന്ന് റിഫ്ലക്ട് ചെയ്യുക 1 മിനിറ്റ്. എന്നിട്ട് എന്താണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു വികാരം. ഇപ്പോ ആരെങ്കിലും ഇത് നേരിട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരിത് ചെയ്യണമെന്നില്ല, ഞാൻ അവരോട് ഇത് ആവശ്യപ്പെടുന്നില്ല. അല്ലാത്തവര് ഇത് നേരിട്ട് അനുഭവിച്ചവരാണെങ്കിൽ ഒരിക്കലും ഇതിങ്ങനെ ചെയ്യണ്ട എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അല്ലാത്തവര് 1 മിനിറ്റ് ഒന്ന് റിഫ്ലക്ട് ചെയ്യാം. ഓക്കെ, പതുക്കെ പതുക്കെ കണ്ണുകളും തുറന്നിട്ട്. ഓക്കെ, അതിനെപ്പറ്റി തൽക്കാലം മറന്നേക്കും. ഞാൻ അടുത്ത സ്ലൈഡ് ആകുമ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാം. ഇപ്പോ നമുക്ക് ഒരു മാറ്റം ഉണ്ടായാൽ അതിനെ സ്വീകരിക്കാനുള്ള നിവൃത്തിയുള്ളൂ. ആക്സെപ്റ്റ് ആൻഡ് അഡ്ജസ്റ്റ് ടു ദ ചേഞ്ചസ്. അതാണ് അഡാപ്റ്റബിലിറ്റി, നമുക്ക് നമ്മളെ പൊരുത്തപ്പെടാൻ സഹായിക്കുന്നത്. ഞാൻ ഈറ്റ് സ്ട്രെസ്, അഡാപ്റ്റ് ഫോർ ഈറ്റ് സ്ട്രെസ് എഴുതിയിട്ടുണ്ട്. ഏറ്റവും അധികം അതാണ് വരാൻ പോകുന്നത്. എൻവയോൺമെന്റൽ സ്ട്രെസ്, ഹീറ്റാണ്. ഹീറ്റ്, എൻവയോൺമെന്റൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഹീറ്റ്, അതുപോലെ തന്നെ എന്താണ് നോയ്സ്, ക്രൗഡിങ്, അല്ലെ, പേഴ്സണൽ സ്പേസ് എൻക്രോച്ച്മെന്റ്, ഇതൊക്കെയാണ് എൻവയോൺമെന്റൽ സ്ട്രെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻവയോൺമെന്റൽ സൈക്കോളജി പറയുന്നത്. അപ്പൊ ഇത് ഹീറ്റ് സ്ട്രെസ് അല്ലെ, നമുക്ക് എന്തായാലും ഉണ്ടാവും. അപ്പൊ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാകുക, ഇതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. ആസ്ക് ഇഫ് എന്ന് ചോദിക്കുക, എന്നിട്ട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക. നെക്സ്റ്റ്, ഡിഫ്യൂസ് ആപ്റ്റ് ഇമോഷൻസ്. ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് ഓർക്കുന്നുണ്ടാവും. വെനിസ്വേലയിലെ ഒരു മലയിടിച്ചിൽ, അല്ലെ, ഉരുൾപൊട്ടൽ പോലെയുള്ള സാധനം. ഇദ്ദേഹം പറഞ്ഞതാണ്, എന്നെ രക്ഷിക്കണ്ട, എന്റെ ഈ കൈകളില് എന്റെ മക്കൾ പിടിച്ചിട്ടുണ്ട്, എനിക്ക് അവരെ രക്ഷിക്കുക, എനിക്ക് അവരെ വേണം എന്നാണ് പറഞ്ഞത്. ഇങ്ങനത്തെ ഒരു അവസ്ഥയില് നമുക്ക് ഇദ്ദേഹത്തോട് തോന്നുന്ന വികാരം എന്തായിരിക്കണം? ഇങ്ങനത്തെ സാഹചര്യങ്ങൾ കുത്തുമലയിൽ ഇതുപോലെ തന്നെ മുഴുവൻ കഴുത്ത് വരെ മണ്ണ് മൂടിയ മനുഷ്യൻ കുത്തുമലയിൽ ഉണ്ടായിരുന്നു, നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. ഇനി ഇതുപോലെ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശാസ്ത്ര സത്യമാണ്. ഞാൻ ആരെയും ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. അപ്പൊ അങ്ങനെ ആവുമ്പോ അത് നമുക്കും നമ്മളെയും ബാധിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിനുണ്ടാകേണ്ട വികാരങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയായിരിക്കും നമുക്ക് വികാരം ഉണ്ടാവുക? ജോൺ ബോബി സാർ പറയോ, ആ റിഫ്ലക്ട് ചെയ്തപ്പോ എന്താണ് തോന്നിയത്? സാറിന്റെ മനസ്സിൽ എന്താ? സാറിനെയാണ് ഇങ്ങനെ ബാധിക്കുകയാണെങ്കിൽ സാറിന് എന്തായിരിക്കും തോന്നിയത്? എന്താ ഉണ്ടാവുക? എല്ലാം നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന ഒരു ചിന്തയുണ്ടല്ലോ. എല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ എന്ത് പോകുന്ന റോഡിലേക്ക് ഇറങ്ങുന്ന, എല്ലാം നഷ്ടപ്പെട്ട് റോഡിൽ അത് ദരിദ്രരായില്ലെങ്കിൽ ബെഗേഴ്സ് ആയിട്ട് നടക്കുന്ന ഒരു സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷൻ ആണ് പെട്ടെന്ന് കൺമുമ്പിൽ വരുന്നത്. അതെ, അപ്പൊ എന്ത് വികാരം സാറിന് എന്താണ് ആകപ്പാടെ ഒരു വികാരം എന്താന്ന് വെച്ചാൽ, നമുക്ക് എല്ലാം നഷ്ടപ്പെടുമ്പോ എന്താ, സങ്കടമാണോ ദുഃഖമാണോ? അതിൽ കൂടുതൽ ഒരു ഡീപ് സോറോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സംതിങ്, ഒരു പാനിക്, അല്ല, ഇറ്റ്സ് റിയലി ഒരു ട്രോമ, റിയലി യു ഗോ ത്രൂ എ ട്രോമ. എല്ലാം നഷ്ടപ്പെട്ട ഒരു ട്രോമ ഫീൽ ആയിരിക്കും നമ്മള്. ഒരു മനസ്സൊക്കെ മരവിച്ച ഒരു സിറ്റുവേഷൻ. അതാണ് ഉണ്ടാക്കിയത്. സാറ് പറഞ്ഞ വളരെ വ്യക്തമായിട്ട് കാര്യം. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ് ആപ്റ്റ് ഇമോഷൻ ഈ ഇതിന്? ഇപ്പൊ കോവിഡ് കാലത്ത് നമ്മളോട് പറഞ്ഞു, എന്താ പറഞ്ഞ, ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് പറഞ്ഞു. വളരെ വലിയൊരു പാൻഡമിക് ആയിരുന്നു കോവിഡ്, നമ്മളതിനെ അതിജീവിച്ചു. അപ്പൊ ഭയം വേണ്ട, ജാഗ്രത പറയുമ്പോൾ അലർട്ട്നെസ്, അല്ലെ? ഈ അലർട്ട്നെസ് എന്ന് പറഞ്ഞൊരു വികാരമൊന്നുമില്ല, ആണോ? അപ്പൊ ജോൺ ബോബി സാറേ, ഈ വ്യക്തിയോട് ഈ രക്ഷിക്കാൻ, ഈ വ്യക്തിയെ ഇങ്ങനെ കാണുമ്പോ, സാറാണ് കാണുന്നത് വെച്ചോളൂ, സാറിന് എന്താ തോന്നുക? സിറ്റുവേഷൻ പറഞ്ഞോളൂ, സാറ് രക്ഷകനാണ് ഇവിടെ. അപ്പൊ എന്ത് തോന്നും? അപ്പൊ സാറിന് എന്ത് തോന്നും? നമ്മുടെ എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ സമയത്ത് മറ്റൊന്നും നമ്മളെ പറ്റി ചിന്തിക്കുന്നില്ല, എങ്ങനെയെങ്കിലും കയ്യിൽ പിടിച്ചിരിക്കുന്ന കുട്ടികളെ രക്ഷിക്കുക. അല്ല, അതിനെന്ത് പറയും? ആ മാനസികാവസ്ഥ റിയലി ഒരു ട്രോമയാണ്. ഫിയർ, ഭയം, റിയൽ ഭയം. അല്ല, സാറിന് ഭയം ഉണ്ടാവോ ഈ കാര്യത്തെ എങ്ങനെ കാണുമ്പോ? എനിക്കല്ല, താഴെയുള്ള 2 കുട്ടികൾക്ക് ഭയം.
സാറിന്റെ കാര്യം. സാർ ഇവിടെ രക്ഷകനായിട്ട് നിൽക്കുന്ന ആ ഹെൽമെറ്റ് ഒക്കെ വെച്ചിരിക്കുന്ന ആളെന്ന് വെച്ചോളൂ. അപ്പൊ എന്തായിരിക്കും സാറിന്റെ മനസ്സിലുണ്ടായിരിക്കുക? എന്താണ് വികാരം ഉണ്ടായിരിക്കുക? ആ നേരത്തെ എന്താ നമുക്ക് തോന്നുന്നത്? അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക എങ്ങനെയെങ്കിലും അതിനെന്ത് പറയും? വികാരങ്ങളുടെ രീതിയിൽ പറയും, വികാരങ്ങളിലെ സ്കില്ലിന്റെ ഒക്കെ രീതിയിൽ പറയും, സയന്റിഫിക് നമ്മുടെ സൈക്കോളജിയായിട്ട് പറഞ്ഞാൽ എന്താ? നമുക്ക് നമ്മുടെ കോർട്ടിസോൾ ലെവൽ ഹൈ ആയിരിക്കും, നമ്മൾ ആകെപ്പാടെ ഫുൾ സ്ട്രെങ്ത്, നമുക്ക് ശരീരത്തിൽ കിട്ടുന്ന എല്ലാ അലേർട്ട്നെസ്സും എല്ലാ പറയുന്ന എല്ലാ സ്ട്രെങ്തും, ജീവിതം ഇല്ലാത്ത ഒരു സ്ട്രെങ്തും ഒരു ഈഗർനെസ്സും സംഭവം ടു മേക്ക് ദം എന്നുള്ളൊരു ചിന്തയായിരിക്കും. സേവ് ചെയ്യാന്നുള്ള, 2 ജീവിതങ്ങളെ സേവ് ചെയ്യാന്നുള്ളൊരു ചിന്ത. ആ സേവിങ്ങിന് ഏറ്റവും പറ്റിയ സ്കിൽ വികാരം എന്താണ്? ഇപ്പൊ ഒരു മനുഷ്യന്റെ വേദന കണ്ടു കഴിഞ്ഞാൽ ധൈര്യം. ഓക്കെ, ധൈര്യം. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ മനുഷ്യന്റെ വേദനയില് പൊതുവെ മനുഷ്യർ പ്രതികരിക്കുന്നത് 4-5 രീതിയിലാണ്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യം കാണുമ്പോൾ മനുഷ്യര് പൊതുവെ ചില 1-2% മാത്രമുള്ള സൈക്കോപാഥുകൾ, അങ്ങനെ മനോരോഗികൾ മാത്രമാണ് ഇതിനോട് സാഡിസം പ്രകടിപ്പിക്കുള്ളൂ, അല്ലെങ്കിൽ ഇൻഡിഫറൻസ്. കാണാൻ ഞാൻ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് പുകന്തിരിക്കില്ല, അങ്ങനെ 1% ആൾക്കാർ. പിന്നുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരും സഹതപിക്കുകയാണ് ചെയ്യുക. സിമ്പതി, കരയുന്ന ആ വ്യക്തിയുടെ കരഞ്ഞു പോകും. പിന്നെ ചില വ്യക്തികൾ സ്റ്റാർട്ടിൽഡ് ആവും. സാറ് നേരത്തെ പറഞ്ഞ പോലെ ആകെ അമിഗ്ഡാല ഹൈജാക്ക് എന്നൊക്കെ പറയുന്ന ഈ രീതിയിൽ എന്ത് ചെയ്യണം എന്നറിയാത്ത ആകെ സ്തംഭിച്ചു വരും, ഫ്രീസ്, ഇങ്ങനെയൊക്കെ. പിന്നെ ഏറ്റവും നന്നായി വേണ്ടത് എംപതി ആണെന്ന് പറയും. അതുപോലെ തന്നെ അലർട്ട്നെസ്, ഈ കോവിഡിന്റെ കാലത്ത് പറഞ്ഞാൽ അലർട്ട്നെസ്, സിമ്പതി, എംപതി, ഇതൊക്കെയാണ് വേണ്ടത് എന്നാണ് നമ്മൾ പറയാ. പക്ഷെ ഇതൊക്കെ സ്കില്ലുകളാണ്, അത് വികാരങ്ങളല്ല. ഈ സ്കില്ല് ഉണ്ടാക്കാൻ നമ്മളിൽ ഉണ്ടാകുന്ന വികാരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ എംപതി എന്ന് പറഞ്ഞാൽ ഫീൽ വിത്ത് എ പേഴ്സൺ ആണ് എംപതി വരുന്നത്. ഫീൽ ഫോർ ദ പേഴ്സൺ ആണ് സിമ്പതി ആയിട്ട് വരുന്നത്. അപ്പൊ അതുപോലെ നമുക്ക് എംപതി സിമ്പതി ഡിഫറൻസ് ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ ഇത് എംപതിയാണ് ആപ്റ്റ് ഇമോഷൻ സ്കില്ലെങ്കിൽ. നമുക്ക് എംപതി ഉണ്ടാക്കണമെങ്കിൽ നമ്മളിൽ പോസിറ്റീവ് ഇമോഷൻസ് ആണ് നമ്മൾ ഡിഫ്യൂസ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയാം. എപ്പോഴും പോസിറ്റീവ് ഇമോഷൻസ്. എന്താണ് പോസിറ്റീവ് ഇമോഷൻസ്? നമ്മുടെ സിസ്റ്റത്തിനെ, നമുക്ക് 10-24 സിസ്റ്റം അല്ലെ 12 സിസ്റ്റം അല്ലെ ഒക്കെയാണ് ആന്തരിക വ്യവസ്ഥകളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഇതിനൊക്കെ ഒന്നിച്ച് പ്രവർത്തിപ്പിച്ച് നമ്മളെ കൊണ്ട് ഒരു ജോലി നന്നായി ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിക്കുന്ന വികാരങ്ങളെയാണ് പോസിറ്റീവ് ഇമോഷൻസ് പറയുന്നത്. സന്തോഷം, സ്നേഹം അല്ലെ, മനുഷ്യരെ സ്നേഹിക്കുക എന്നൊക്കെയുള്ള ഒരു പോസിറ്റീവ് ഇമോഷൻസ് ഒരുപാടുണ്ട്. ഇത് വളർത്തിയെടുക്കണം എന്നാണ് അഡാപ്റ്റേഷന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് വ്യക്തമായി എന്ന് മനസ്സിലാവുന്നു. ഇത് നിരന്തരം വളർത്തിയെടുക്കുക, എംപതൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശീലിക്കുക, ഇതൊക്കെയാണ് നമ്മൾ ഇതിനായിട്ട് അഡാപ്റ്റ് ചെയ്യേണ്ടത്. അടുത്തത് അവെയർ ഓഫ് ആൻഡ് അൺലേൺ. ഈ അവബോധം, ക്വസ്റ്റ്യൻ യുവർ അസംഷൻസ്. നമ്മൾ പലതും അസ്യൂം ചെയ്തിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലാതെ പരിപൂർണ അറിവുണ്ടായിട്ടൊന്നല്ല. ഇപ്പോ PhD നേടിക്കഴിഞ്ഞാലും PhD തന്നെ ഏറ്റവും വലിയ അറിവ്, അതൊരു ടോപ്പിക്കിൽ മാത്രമേ ആവുന്നുള്ളൂ. ഈ ലോകത്തിലെ എല്ലാ അറിവൊന്നും നമുക്ക് കിട്ടില്ല. അപ്പൊ നമ്മളൊരു 80% അസ്യൂം ചെയ്യുന്നത്. ഈ അസംഷനെല്ലാം ഒന്ന് ചോദ്യം ചെയ്യാം. 20 PhD എടുത്തു കഴിഞ്ഞാലും ചിലപ്പോ പൊരുത്തപ്പെടൽ, അഡാപ്റ്റബിലിറ്റി എന്ന ലക്ഷ്യം വെക്കുകയാണെങ്കിൽ അത് ഒന്നും പോരാതെ വരും. ഇങ്ങനത്തെ സാഹചര്യം നമ്മൾ ജീവിക്കുമ്പോൾ, ഈ പ്രളയം ഇതുപോലത്തെ കാര്യങ്ങൾ ജീവിക്കുമ്പോൾ പോരായ്ക വരും. അപ്പൊ നമ്മള് ഒരു കൊച്ചുകുട്ടി എന്ന് ചിലപ്പോൾ അവൻ പറയുന്ന അറിവ് പോലും ചിലപ്പോൾ സ്വീകരിക്കുക, അങ്ങനത്തെ രീതിയിലേക്ക് നമുക്ക് താഴേണ്ടി വരും. അങ്ങനത്തെ ഇതാണ്. അപ്പൊ അവയർനെസ് ഉണ്ടായിരിക്കുക. കാരണം ഈ അവയർനെസ്, അവബോധം ഞാനിപ്പോ ഈ അവബോധത്തിന്റെ കാര്യങ്ങളാണ് ഇത്രയും അരമണിക്കൂറോളം പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ആഗോളതാപനം അങ്ങനെയൊക്കെ പറഞ്ഞു. ഈ അവയർനെസ് ഉണ്ടായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ തടയാനൊക്കെ കഴിയുന്നതാണ്. അപ്പൊ ആ അവയർനെസ് ഉണ്ടാവുക, അത് സ്പ്രെഡ് ചെയ്യുക. പിന്നെ അൺലേൺ ചെയ്യണം എന്ന് പറയുന്നത്. അൺലേൺ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതാ പറഞ്ഞത്, നമ്മളുടെ അറിവ് മാത്രം പോരെ ഇതൊക്കെ നേരിടാൻ. അപ്പൊ അതൊന്നും മനസ്സിലാക്കിയിട്ട് അൺലേൺ ചെയ്യാന്ന് പറയുമ്പോൾ മഹാത്മാഗാന്ധിനാണ് ഏറ്റവും ഓർമ്മ വരിക. അദ്ദേഹം പ്രതിസന്ധിയാണിത്. അദ്ദേഹം പറയുന്നു,
അദ്ദേഹം ഒരു പ്രതിസന്ധിയെ അതിജീവിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പൂജ്യത്തിലേക്ക് ചുരുക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ അതിൽ എഴുതിയിട്ടുണ്ട്, ഐ റെഡ്യൂസ് മൈസെൽഫ് ടു സീറോ വെൻ സച്ച് എ സിറ്റുവേഷൻ, അങ്ങനത്തെ ക്രൈസിസ് കംസ്. അപ്പോ അതാണ് വേണ്ടത്. അപ്പൊ ഏറ്റവും അഡാപ്റ്റബിലിറ്റി ഉള്ള ഒരു വ്യക്തിയായിരുന്നു, അഡാപ്റ്റബിലിറ്റി കോഷ്യന്റ് ഏറ്റവും ഹൈ ആയുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവായുള്ള മഹാത്മാഗാന്ധി. ഇതാണ് ഈ കാര്യത്തെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇപ്പോ പ്രിപ്പയർനെസ്സും പ്രൊട്ടക്ഷനും. പ്രിപ്പയർഡ് ആണ് ലോകം മുഴുവൻ, ഇന്ത്യയിലും ഉണ്ട്. അപ്പൊ തൊഴിലുറപ്പ് പദ്ധതി പുതുതായിട്ടുണ്ടാക്കി, പല ഇതൊക്കെ ഉണ്ടായാലും അതിലിപ്പോ കുറച്ച് തൊഴിൽ ദിനങ്ങള് ദുരന്ത നിവാരണത്തിനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദുരന്ത നിവാരണത്തിനായിട്ട് ജില്ലയില് സേന ഉണ്ട്, വ്യവസ്ഥകളുണ്ട്. വി ആർ പ്രിപ്പയർഡ്, നമുക്ക് പ്രിപ്പയർഡ്നെസ് ഉണ്ട്, അതിനുള്ള സംവിധാനങ്ങളെല്ലാം കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഹൗ മച്ച് യു ആസ് എൻ ഇൻഡിവിജ്വൽ ഇസ് പ്രിപ്പയർഡ്? ഇതാണ് സ്വയം ചോദിക്കേണ്ട ചോദ്യം. പിന്നെ സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പരിധികളുണ്ട്. കാരണം ഇത് കാറ്റാസ്ട്രോഫിയാണ്. കാറ്റാസ്ട്രോഫ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഈ നിലവിലുള്ള ചുറ്റുപാടുള്ള സംവിധാനത്തിന് അത് മാറ്റാൻ പറ്റില്ല. അത് ഒരു സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഒരു ലോകത്തിന്റെ മുഴുവൻ സഹായത്തോട് കൂടിയിട്ടാണ് അതാണ് കാറ്റാസ്ട്രോഫി എന്ന് പറയുന്നത്. അങ്ങനത്തെ ആണത്. അപ്പൊ ഈ പരിധിയുണ്ട് പ്രൊട്ടക്ഷന്. അപ്പോ എന്താണ്, അപ്പൊ നമുക്ക് പക്ഷെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മറ്റുള്ളവരെ ഈ ഒരു ഭാഗത്തിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ പ്രളയം ബാധിച്ച ആൾക്കാരെ നമുക്ക് സഹായിക്കാം. നമ്മൾ സഹായിക്കാൻ തയ്യാറാവണം. നമ്മൾ സഹായിച്ചാലേ അവർ നിലനിൽക്കും. നമുക്ക് പറ്റി അവരും സഹായിക്കണം. അങ്ങനെ സഹായിക്കാൻ നമ്മൾ കേപ്പബിൾ ആണോ? അതാണ് നിശ്ചയിക്കുന്നത് നമ്മൾ അതിജീവിക്കും എന്നുള്ളത്. അത് വേണം നമുക്ക്. അപ്പൊ 2025 ഇത് പറഞ്ഞു, കാറ്റാസ്ട്രോഫികളിലും അതായത് സർവനാശാത്മകമായ ദുരന്തങ്ങളിലും പിന്നെ എന്താ പറയുക, അടിയന്തരാവസ്ഥയിലുള്ള സഹായം. അവിടെ എന്താ നമുക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് മനഃശാസ്ത്ര പ്രഥമ ശുശ്രൂഷ നൽകാൻ പറ്റുള്ളൂ. നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്, നമ്മൾ എത്ര പേർക്ക് മനഃശാസ്ത്ര പ്രഥമ ശുശ്രൂഷ അറിഞ്ഞാൽ മാത്രം പോരാ, അത് ഏത് മനുഷ്യനും മറ്റൊരു മനുഷ്യന് നൽകാൻ കഴിയുന്ന ഒരു കാര്യമാണ് മനഃശാസ്ത്ര പ്രഥമ ശുശ്രൂഷ. പക്ഷെ അതിന് പരിശീലിക്കണം. എത്ര പേരെ നമ്മൾ പരിശീലിപ്പിച്ചു എന്നൊക്കെ ചോദിക്കേണ്ട സമയമാണിത്. അപ്രതീക്ഷിതമായാണ് ഇനി എല്ലാം സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കണം. അങ്ങനെയുള്ള ഒരു കഴിവ് നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് പൊരുത്തപ്പെടൽ എബിലിറ്റി, അഡാപ്റ്റബിലിറ്റി കോഷ്യന്റ് നമ്മളെ വർദ്ധിക്കണം. ഇനി തിങ്ക് ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻസ്. നമ്മൾ ഇപ്പൊ ഇതൊരു ഇൻഡയറക്റ്റ് പൊല്യൂഷനാണ്. ഡൽഹിയിൽ ഡയറക്റ്റ് പൊല്യൂഷൻ ഉണ്ട്. കേരളത്തിലെ ഭൂമിയിലെ ഏറ്റവും മോശമായ പൊല്യൂട്ടഡ് സിറ്റിയാണ് ഡൽഹി. ഇപ്പൊ എല്ലാ നഗരങ്ങളിലും എല്ലായിടത്തും പൊല്യൂഷനുകളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഡയറക്റ്റ് പൊല്യൂഷൻ ആണ്. ഇത് ഈ ആഗോളതാപനം എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് പൊല്യൂഷൻ ആണ്. നമ്മളിപ്പോ ചിന്തിക്കുന്നത് എന്താണ്, നമുക്ക് തൽക്കാലം ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ എന്താ, തണുപ്പായി കഴിഞ്ഞാൽ ഞാൻ ഹീറ്റർ വെച്ചു, ഞാൻ ചൂടുണ്ടെങ്കിൽ ഞാൻ AC വെച്ചു, നല്ല അടിപൊളി AC വെക്കണം, എന്റെ അടുത്ത് കാശുണ്ട്, ഞാനത് വെച്ചിട്ട് സുഖിച്ചെന്നെ ജീവിക്കും എന്നൊക്കെ ചിന്തിക്കുന്നത്. പക്ഷെ ഈ അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ ജെയിംസ് ലോവ്ലോക്ക് പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞ 2050 ആകുമ്പോൾ തീവ്രമാകും, 2100 ആകുമ്പോൾ പരിപൂർണമായിട്ടും ആ സംവിധാനം, ആ ഒരു കാഴ്ചപ്പാട് ഇപ്പോഴും ഇല്ലാതില്ല. ശാസ്ത്രപദ്ധതിന്റെ ഒക്കെ അതൊക്കെ തന്നെയാണ് പറയുന്നത്. അങ്ങനത്തെ അവസ്ഥയില് ഇന്നത്തെ കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ മക്കൾ, വരും തലമുറകൾ, അവർക്ക് ഈ ഭൂമിയിൽ വസിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ചോദിക്കാം. രണ്ടാമത്തെ അഡാപ്റ്റബിലിറ്റിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോർ ആൻഡ് അവോയ്ഡ് എക്സ്പ്ലോയിറ്റേഷൻ. ഒന്ന് ചോദിക്കട്ടെ, നാം ബന്ധങ്ങളല്ലെങ്കിൽ തന്നെ പരസ്പരം ഒരു വ്യക്തികളോട് സംസാരിക്കുമ്പോ തന്നെ, അല്ലെങ്കിൽ ജീവിക്കുമ്പോ, കമ്പനിയിലായാലും ജോലി സ്ഥലത്തായാലും വീട്ടിലായാലും സമൂഹത്തിലായാലും എവിടെയായാലും നമ്മൾ എക്സ്പ്ലോയിറ്റേറ്റീവ് അല്ലേ? പുറമേക്ക് അല്ലെന്ന് നടിക്കും, സത്യത്തിൽ എക്സ്പ്ലോയിറ്റേറ്റീവ് അല്ലേ? നമ്മള് ചൂഷണം ചെയ്യല്ലേ എന്ന് സാഹചര്യങ്ങളെ ചൂഷണം ചെയ്യുക. ഓക്കെ, അതിനുള്ള ദൗർബല്യങ്ങൾ തേടുകയാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ജീവിതം പലപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പ്രകൃതിയെയും അതുപോലെയാണ് നാം ചെയ്യുന്നത്, ചൂഷണം ചെയ്യാണ് ചെയ്യുന്നത്. ഒന്ന് മാറ്റി ചിന്തിക്കേണ്ട സമയമായി. നമ്മള് എക്സ്പ്ലോയിറ്റേഷന്റെ സ്ഥാനത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പഠിക്കണം. ഇത് ഇങ്ങനെ ഒരു വ്യക്തിയെ, നമ്മുടെ ഏറ്റവും നല്ല ഒരു വ്യക്തിയെ, നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തിയെ,
ആ സ്നേഹബന്ധത്തിൽ പോലും എക്സ്പ്ലോയിറ്റേഷന്റെ ഇത് കാര്യങ്ങളില്ലേ? നമുക്ക് എന്തുകൊണ്ട് എക്സ്പ്ലോർ ചെയ്തുകൂടാ? എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? വേറെ വഴികൾ ഒരുപാടുണ്ടെന്നുള്ള സത്യം. രണ്ടുകൂട്ടർക്കും മ്യൂച്വൽ എക്സിസ്റ്റൻസിന്, ഈ പ്രകൃതിക്കും മനുഷ്യർക്കും മ്യൂച്വൽ എക്സിസ്റ്റൻസിന്, സൗഹൃദപരമായി ജീവിക്കാൻ വഴികളുണ്ട്. അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാഞ്ഞിട്ടാണ്. നമ്മൾ ഈസി പാത്തിലേക്ക് പോവുകയാണ്, എക്സ്പ്ലോയിറ്റേറ്റീവ് ആണ്. എങ്ങനെ ഇത് മാറണം? ഓക്കെ, ഞാൻ റീക്യാപ്പ് ചെയ്തു. ഇത് എത്ര പറഞ്ഞിട്ടുള്ളൂ? ഇത്ര കാര്യങ്ങൾ ഞാൻ പറയുന്നുള്ളൂ. അഡാപ്റ്റിലെ ആസ്ക് ഇഫ്, accept and adjust to changes, diffuse apt emotions. അത് പഠിക്കണം. അത് EQന്റെ പാർട്ടാണ് ഈ ആപ്റ്റ് ഇമോഷൻസ്. അവെയർ ആൻഡ് അൺലേൺ അഡാപ്റ്റബിലിറ്റി ആണ്. ആസ്ക് ഇഫ് അഡാപ്റ്റബിലിറ്റി ആണ്. പ്രിപ്പയർനെസ് ആൻഡ് പ്രൊട്ടക്ഷൻ അഡാപ്റ്റബിലിറ്റി ആണ്. എക്സ്പ്ലോർ ആൻഡ് അവോയ്ഡ് എക്സ്പ്ലോയിറ്റേഷൻ, ഇത് അഡാപ്റ്റബിലിറ്റിയുടെ കാര്യമാണ്. അപ്പോ ഈ ഇതുവരെയുള്ള നമ്മുടെ ജീവിതത്തിലെ രീതികള് ഒന്നും മാറ്റി പിടിക്കണം. അല്ലെങ്കിൽ നാം നമ്മളോ മക്കളോടും മക്കളുടെ അനന്തര തലമുറയോടും ചെയ്യുന്ന പാതകമായിരിക്കും അത്. ഓക്കെ, ഈ മാറ്റങ്ങള് എന്തായാലും ഉണ്ടായിരിക്കും. ഇതുപോലെ തന്നെ ഉണ്ടാവുള്ളൂ, ഇതിൽ കൂടുതലാണ് ഉണ്ടാവുക. അതാണ് സത്യം. ഞാനിങ്ങനെ പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. ഞാൻ കോവിഡിന്റെ കാലത്ത് പറയുന്ന പോലെ ഭയപ്പെടുത്തുകയല്ല, ജാഗ്രതയിലേക്ക് നയിക്കുകയാണ്. അപ്പൊ ഇനിയെങ്കിലും വികസനം ഉണ്ടെങ്കിൽ അത് സുസ്ഥിര വികസനം മാത്രമേ ആകാവുള്ളൂ എന്നുള്ള സന്ദേശം കൂടി. അവസാനം താങ്ക് യു വെരി മച്ച്. ഇപ്പൊ പ്രകൃതി എന്തായാലും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതില് കേരളമായാലും ഈ ലോകമായാലും നമ്മളായാലും നിലനിൽക്കണമെങ്കിൽ വൈകാരിക ബുദ്ധി വളർത്തുക, അതുപോലെ പൊരുത്തപ്പെട്ടൽ ബുദ്ധി വളർത്തുക അതിന്റെ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പൊ താങ്ക് യു വെരി മച്ച്. ഇനി ഞാൻ പറഞ്ഞ ഈ സ്ലൈഡുകളിൽ ഏതെങ്കിലും ഒന്ന് വീണ്ടും പറയാനുള്ളതുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യട്ടെ. ഓക്കെ സാർ, സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. സോ താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. വളരെ ചിന്തനീയമായ ഒരു വിഷയമാണ് സാർ. അഡാപ്റ്റ് എന്ന് പറഞ്ഞൊരു ടൈറ്റിലാണ് സത്യത്തിൽ ഈ ക്ലൈമാറ്റിക് ചേഞ്ചിന് തീർച്ചയായിട്ടും നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ അഡാപ്റ്റ് ചെയ്യണം? തീർച്ചയായിട്ടും അതൊരു പുതിയ തലമുറയുടെ എക്സ്പെക്റ്റേഷൻസ് കൂടെ കൂട്ടി മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കണം ഈ അഡാപ്റ്റേഷൻ. നമ്മൾ പറഞ്ഞു EQന് പകരം അല്ലെങ്കിൽ IQനൊക്കെ പകരം AQ എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം. കാരണം സാർ ഒരു വാക്ക് പറഞ്ഞു, എന്തും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. സോ അവിടെ ഈ അഡാപ്റ്റബിലിറ്റിയുടെ തലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വളരെ മനോഹരമായ ഒരു സെഷൻ കൈകാര്യം ചെയ്തതിന് പ്രത്യേകം നന്ദി പറയുന്നു. പ്രത്യേകിച്ച് PCTയുടെ ഭാഗമായി, എറണാകുളത്തിൻ്റെ ഭാഗമായി, എറണാകുളം ജില്ലയുടെ സെക്രട്ടറി എന്ന നിലയിൽ താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഇനി നമുക്കൊരു ഡിസ്കഷനിലേക്ക് പോകാം. അതിന് മുമ്പ് ഞാനൊരു ഒഫീഷ്യലായിട്ടൊരു താങ്ക്സ് പറഞ്ഞോട്ടെ. ബാബു സാർ ഉണ്ടല്ലോ. ഏറ്റവും പ്രിയപ്പെട്ട PCTA കുടുംബാംഗങ്ങളെ, നമുക്ക് ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന മനഃശാസ്ത്രം, ആ വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് ഈ സായാഹ്ന വേളയിൽ നമുക്ക് ക്ലാസ് നയിച്ചത് വിജയരാമൻ സാറാണ്. വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് സാറ് ക്ലാസ് കൊണ്ടുപോയത്. സാറ് എൻവയോൺമെൻ്റൽ സയൻസിനെ പറ്റി അക്കാഡമിക് ഡിസിപ്ലിൻ എന്നുള്ള ഒരു രീതിയിൽ പഠിച്ചതിൻ്റെയും കൂടെ വെളിച്ചത്തിലാണ് കാര്യമായ രീതിയിൽ, അതായത് തിയററ്റിക്കലായിട്ട് വളരെ പ്രാധാന്യം കൊടുത്ത് ഈ ക്ലാസ് കൊണ്ടുപോകുവാനായിട്ട് കഴിഞ്ഞത്. നമുക്കറിയാം, ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളത് കേവലം ഒരു പരിസ്ഥിതി പ്രശ്നമല്ല. പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് അപ്പുറം നമ്മുടെ ചിന്തകളെയും പെരുമാറ്റങ്ങളെയും അതുപോലെ തന്നെ പ്രതികരണങ്ങളെയും ഒക്കെ ബാധിക്കുന്നതായ ഒരു വിഷയമാണ്. അപ്പം ആ ഒരു വിഷയത്തെ മനഃശാസ്ത്രപരമായി എങ്ങനെ കൈകാര്യം ചെയ്യാം, ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനം മൂലം നമ്മുടെ ഉത്കണ്ഠ വർദ്ധിക്കാം, ഭാവി എന്താകാം എന്ന് വിചാരിക്കാം, അതുപോലെ തന്നെ വൈകാരിക പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇങ്ങനെ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്.
ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രോജക്റ്റിന്റെ ഒരു സാറ്, അപ്പൊ ആ ഒരു പ്രോജക്റ്റിന്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാല് ബാലകേന്ദ്രീകൃത ദുരന്ത അപകട സാധ്യത കുറയ്ക്കല്, ചൈൽഡ് സെന്റേർഡ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. അപ്പൊ അതില് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് കാലാവസ്ഥാ വ്യതിയാനവും ദുരന്തങ്ങളും എന്നൊരു ഭാഗം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിൽ എനിക്ക് ലഭിച്ചത് അതിന്റെ പ്രൂഫ് റീഡിങ്ങിനാണ്. അതുപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു ടേംസ് കുറച്ചുകൂടി ലളിതമായി മലയാളത്തിലുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാനായിരുന്നു. അപ്പൊ ഇവിടെ അവർ കാലാവസ്ഥയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മനുഷ്യരുടെ നേരിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായ ഉള്ള പ്രവർത്തനങ്ങൾ മൂലം ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ ഘടനയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളത്. ഇനിയും കാലാവസ്ഥാ വ്യതിയാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഞാൻ ആ ഘടകങ്ങളുടെ പേര് മാത്രം ഒന്ന് വായിച്ചേക്കാം. ഹരിത ഗൃഹവാതകങ്ങള്, കാട് വെട്ടിത്തെളിക്കല്, വ്യവസായവൽക്കരണവും ഊർജ ഉപഭോഗവും, കൃഷിയും മൃഗസംരക്ഷണവും, നഗരവൽക്കരണം, അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ 8-10 പ്രത്യാഘാതങ്ങളുണ്ട്. ഒന്ന് ഓടിച്ച് വായിക്കാം. താപനില ഉയരുന്നു, മഞ്ഞുപാളികൾ ഉരുകുകയും സമുദ്രനിരപ്പ് ഉയരുകയും ചെയ്യുന്നു, പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിക്കുന്നു, ജൈവ വൈവിധ്യം നഷ്ടപ്പെടുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, കൃഷിയിൽ ദോഷം, ജലക്ഷാമം, സാമ്പത്തിക നഷ്ടം, കുടിയേറ്റം വർദ്ധിക്കുന്നു, കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും ആരോഗ്യത്തെയും ബാധിക്കുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും ആരോഗ്യത്തെയും ബാധിക്കുന്നതിൽ അവർ എഴുതിയ പോയിന്റ്, ദുരന്തങ്ങൾ മൂലം സ്കൂളുകൾ അടയ്ക്കേണ്ടി വരികയും കുട്ടികളുടെ പഠനം, ആരോഗ്യ സംരക്ഷണം, പോഷണം എന്നിവ തടസ്സപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം വളരെ തന്മയത്വപൂർവം വിജയരാമൻ സാറ് ഇവിടെ അവതരിപ്പിച്ചു. സാർ എപ്പോഴും സ്റ്റഡീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു കോഴ്സ് ചെയ്യുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. സാറുമായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് പരിചയമില്ല, എങ്കിലും നമ്മുടെ പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം സാറ് പരിചിതനായ ഒരു വ്യക്തിയാണ്. നമ്മുടെ ചർച്ചകളിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കാറുണ്ട്. അപ്പം എറണാകുളത്തിന്റെ നിയുക്ത ഭാരവാഹിക്ക് എല്ലാ വിധത്തിലുള്ളതായ അനുമോദനങ്ങളും അറിയിക്കുന്നതോടൊപ്പം കോട്ടയം ജില്ലാ PCTA പേരിലുള്ളതായ ഹൃദ്യമായ നന്ദിയും കൂടി രേഖപ്പെടുത്തുകയാണ് ഞങ്ങളുടെ ആതിഥ്യം സ്വീകരിച്ചതിന്. ഇതിൽ പങ്കെടുക്കുന്ന നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ മനോഹർ ലാൽ സാറിന് ഞങ്ങളുടെ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ഭാരവാഹികൾ, എറണാകുളത്തിന്റെ പ്രസിഡന്റ് ജോൺ ബേബി സാറ് ഇതിൽ സജീവമായിട്ടുണ്ട്. സാറിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം മറ്റ് ഭാരവാഹികൾ, സ്റ്റേറ്റിന്റെ മറ്റ് ഭാരവാഹികൾ, അതുപോലെ തന്നെ ജില്ലയുടെ മറ്റ് ഭാരവാഹികൾ, അംഗങ്ങൾ, എല്ലാവരുടെയും പേരൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കുന്ന നമ്മുടെ സ്ഥിരം പാർട്ടിസിപ്പൻസ് എല്ലാവർക്കും ഊഷ്മളമായ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഈ നമ്മുടെ പ്ലാറ്റ്ഫോം അണിയിച്ചൊരുക്കുന്ന, ഇതിന്റെ ചുക്കാൻ പിടിക്കുന്ന ശ്രീ സാബു കേരളത്തിനും ഔദ്യോഗികമായിട്ടുള്ളതായ നന്ദി കൂടി രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഊഷ്മളമായ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു സാർ. നമ്മുടെ കോട്ടയത്തിന്റെ ഒരു പ്രസ്റ്റീജിയസ് പ്രോഗ്രാമാണ് ഉണർവ്. ബാബു തോമസ് സാറ് കോട്ടയം ജില്ലാ പ്രസിഡന്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തീർച്ചയായിട്ടും PCTA അംഗങ്ങൾക്ക് ഇവിടെ ക്ലാസ് എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിച്ചാൽ മതി. അടുത്തായിട്ട് മനോഹർ ലാൽ സാറിലേക്ക് പോകാം. സാർ. ഓക്കെ, നല്ലൊരു ക്ലാസ്, വളരെ പ്രസക്തമായ ഒരു സബ്ജക്റ്റ്. നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ ഒരു വിഷയം തന്നെയാണ്. മനഃശാസ്ത്രപരമായും എല്ലാം, ഭൗതികപരമായും എല്ലാം ഒരു നമ്മുടെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമാണ്. കാരണം നമ്മളെപ്പോഴും ഈ പാരിസ്ഥിതിക പ്രശ്നത്തെ വളരെ ലാഘവത്തോടെയാണ് കാണുന്നത്. അത് എന്നെ ബാധിക്കുന്നില്ല. നമ്മൾ പലതും ദുരന്തങ്ങൾ പലതും നമ്മൾ കേൾക്കും, അനുഭവിക്കുമെങ്കിലും അത് നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളപ്പോൾ വയനാട്ടിലാണ് ദുരന്തം ഉണ്ടായത്, പ്രളയം ഉണ്ടായി. പ്രളയം ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ സേഫായിരുന്നു. ഒരുപാട് ആളുകൾ അനുഭവിച്ചു, മാനസികമായും ശാരീരികമായും എല്ലാ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു.
നമ്മുടെ നമ്മുടെ സമീപത്തേക്ക് ആ ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രമേ നമ്മൾ അത് തിരിച്ചറിയുകയുള്ളൂ എന്നാണ് ഏറ്റവും വലിയ പ്രയാസമായിട്ട് എനിക്ക് തോന്നാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ പരിസ്ഥിതിയെ, നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുന്നതിന് പകരം പ്രകൃതിയെ എന്താ പറയാ കൊല്ലുന്ന രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളാണ് നമ്മൾ എല്ലാ സ്ഥലത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനതിന് കൂടുതലൊന്നും ഇപ്പൊ വളരെ നന്നായിട്ട് കാര്യങ്ങൾ പ്രസംഗങ്ങൾ ഞാൻ അതിൽ കൂടുതൽ പോകുന്നില്ല. ഞാൻ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാൻ നിർത്തില്ല. നമ്മളെ സാധാരണ നമ്മളെ മരങ്ങൾ പിടിപ്പിച്ച് പരിസ്ഥിതി ആഘോഷിക്കുന്നതിന് പകരം നമ്മൾ മറിച്ചാണ് ചിന്തിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യം ഇന്ന് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. പ്ലാസ്റ്റിക്കിന്റെ ദുരുപയോഗങ്ങളും പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന അന്തരീക്ഷത്തിലുള്ള കാർബൺ മോണോക്സൈഡിന്റെയും മറ്റുള്ള മലിനവാതകങ്ങളുടെയും കാര്യങ്ങളെ പറ്റി നമ്മൾ ബോധവാന്മാരല്ല. ഒരുപാട് പഠനങ്ങൾ അതിന് നടത്തിയിട്ടുണ്ട്. അതിനെപ്പറ്റി പ്ലാസ്റ്റിക്കിനെ പറ്റി പറഞ്ഞാൽ 100-500 വർഷം വരെ മണ്ണിൽ സ്വാഭാവികമായി അത് കിടക്കുന്ന പറയുന്നത്. 500 വർഷം വരെ കിടക്കുക. അത് നമ്മുടെ പ്രകൃതിയുടെ ചക്രത്തെ തന്നെ തടസ്സപ്പെടുത്തുന്നു. മണ്ണിന്റെ സ്വാഭാവിക ഊർവര തന്നെ കുറയ്ക്കുന്ന രീതിയിലാണ് പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ സ്ഥിതി. വായുസഞ്ചാരം തടസ്സപ്പെടുത്തുന്നു. ഇതൊക്കെ നമ്മൾ അറിയുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾ വളരെ ലാഘവത്തോടെ നമ്മൾ പറമ്പുകളിലും അടുത്തുള്ള പറമ്പുകളിലും അല്ലെങ്കിൽ എവിടെയും നമുക്ക് തോന്നുന്ന സ്ഥലത്തൊക്കെ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന, കൂടാതെ തന്നെ കത്തിക്കുന്ന ഭയങ്കരമായിട്ട് കത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസങ്ങള്, ഡയോക്സിൻ എന്ന വാതകങ്ങൾ ഉണ്ടാവുന്നു, ഫ്യൂറാൻ എന്ന വാതകം ഉണ്ടാവുന്നു, കാർബൺ മോണോക്സൈഡ് അന്തരീക്ഷത്തിൽ വളരെയധികം വർദ്ധിക്കുന്നു. ഇതെത്ര ചെടികൾ നമ്മൾ നട്ടാലും ഇതിന്റെ ഒരു ദുരന്തം നമുക്ക് മാറ്റി കളയാൻ പ്രയാസമാണെന്നാണ് ശാസ്ത്രത്തിൽ വളരെയധികം പഠനങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഞാനതിനെ കൂടുതലൊന്നും പറയുന്നില്ല. ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ പോകുന്നത്. പ്ലാസ്റ്റിക് കത്തിച്ചാൽ മാലിന്യം ഇല്ലാതാകുന്നുള്ള ഒരു എന്താ പറയുക, ഒരു അജ്ഞത നമ്മുടെ ഇടയിലുണ്ട്. അത് മാറ്റിയെടുക്കാൻ വളരെ പ്രയാസമാണ്. കാരണം നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പ്ലാസ്റ്റിക് കത്തിച്ച ദുർഗന്ധം നമുക്കൊക്കെ അനുഭവപ്പെടാറുണ്ട്. പക്ഷെ അത് നമ്മൾ എന്തുകൊണ്ട് അത്ര ലാഘവത്തോടെയാണ് കഴിഞ്ഞത്. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ അടുത്ത തലമുറ എങ്ങനെ ജീവിക്കണമെന്നോ അടുത്ത തലമുറ ജീവിക്കണമോ എന്നതുകൂടി നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സ്വാർത്ഥരായ നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ ജലം ഉപയോഗിക്കുന്നതും മറ്റുള്ള പ്രകൃതിയെ നശിപ്പിക്കുന്നതൊക്കെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം പ്രകൃതിയെ ഉപയോഗിക്കുന്ന രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പൊ ഫ്യൂറാനൊക്കെ പറയുകയാണെങ്കിൽ ഡയോക്സിന് സമാനമായിട്ടുള്ള ശ്വാസകോശ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഒരുപാട് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഇന്ന് ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു. അത് തന്നെ മാനസികമായ പ്രയാസങ്ങൾ ധാരാളം ഉണ്ടാക്കുന്നു. നമ്മുടെ ബന്ധുക്കൾക്ക് ശ്വാസകോശ പ്രശ്നമായ അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് വല്ലാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ, ശാരീരികവും മാനസികമായ പ്രശ്നങ്ങളെ പരസ്പര പൂരകമായ കാര്യങ്ങളാണെന്ന് സാർ ഇവിടെ വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. വളരെ വളരെ പ്രസക്തമായ ഒരു സബ്ജക്റ്റാണ്. ഇന്ന് ഇതിനെപ്പറ്റി ചർച്ചകൾ ഇനിയും നടത്തേണ്ട ഒരു കാര്യമാണ്. കാരണം അത് നമ്മുടെ മനുഷ്യന്റെ പ്ലാനറ്റിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു വളരെ പ്രസക്തമായ ഒരു വിഷയം അവിടെ അവതരിപ്പിച്ചതിൽ ഞാൻ ഇദ്ദേഹത്തെ വളരെയധികം അഭിനന്ദിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഈ പരിസ്ഥിതി എന്ന് പറഞ്ഞാല്. വിജയരാമൻ സാറെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ബാബു തോമസ് സാറെ, ഡോക്ടർ സാബു കേരളൻ സാറിനൊക്കെ പ്രത്യേക അഭിനന്ദനം ഞാൻ അറിയിക്കുന്നു. പിന്നെ ഇതില് വന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈ ഗൗരവപരമായ ഈ സബ്ജക്ട് കേൾക്കാൻ വന്ന ആളുകളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു സാർ. ജോൺ ബേബി സാർ. ജസ്റ്റ് എ സിംഗിൾ വേർഡ്. ബേസിക്കലി വളരെ റിലവൻ്റ് ആയ ടോപ്പിക്ക് വിജയരാമൻ സാർ വളരെ പ്രഗത്ഭമായി എടുത്തു. എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ ദ കോൺസിക്വൻസസ്. ഒരു കാര്യം നമ്മളെല്ലാം ഓർക്കണം, ഞാൻ യാത്ര ചെയ്തിട്ടുള്ള വെസ്റ്റേൺ കൺട്രികൾ, എസ്പെഷ്യലി യൂറോപ്പിലൊക്കെ പോയാൽ ഒരു രാജ്യത്തും പ്ലാസ്റ്റിക് ഒരു രീതിയിൽ ഉപയോഗിക്കുന്നില്ല. ഒരു വെള്ളം കിട്ടുന്നവരെ നമുക്ക് ഗ്ലാസ് ബോട്ടിലേ കിട്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ മാത്രമേ എല്ലാം പ്ലാസ്റ്റിക്കിൽ, ഗവൺമെന്റ് സപ്ലൈ ചെയ്യുന്ന സിവിൽ സർവീസ് കോർപ്പറേഷനിൽ കൂടെ എല്ലാ സാധനങ്ങളും നമുക്ക് പ്ലാസ്റ്റിക്കിലാണ് തരുന്നത്. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ നേതാക്കന്മാർ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് നിയമങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളൊരു വലിയ ചോദ്യമാർക്കാണ്.
അതുകൊണ്ട് നമ്മൾ എത്രയെത്ര പ്രസംഗിച്ചാലും എത്രയെത്ര അവയർനെസ് കൊടുത്താലും നമ്മളെ ഭരിക്കുന്നവർ, നമ്മുടെ ഗവൺമെന്റ് ഇതിലേക്ക് സീരിയസ് ആയിട്ട് ലോസ് ഇനാക്ട് ചെയ്തില്ലെങ്കിൽ ഇത് നമ്മുടെ ജനറേഷനും അടുത്ത ജനറേഷനും ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഈ പ്ലാസ്റ്റിക് ഉപയോഗം. എന്തായാലും വിജയരാം കാണുന്ന ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡു നോട്ട് എക്സ്പ്ലോയിറ്റ്, ലെറ്റ് us explore it. The nature is to explore, not to exploit. വളരെ നന്നായ ക്ലാസ് വിജയരാം സാർ, താങ്ക് യു വെരി മച്ച്. ഓർഗനൈസ് ചെയ്യുന്ന സാബു സാറിനും പ്രത്യേകം നന്ദി. താങ്ക് യു ഓൾ, താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. സാർ പറഞ്ഞ പോലെ ഏറ്റവും ചൂടുള്ള കറികൾ പോലും ഇന്ന് പ്ലാസ്റ്റിക് പാത്രത്തിലാണ് തരുന്നത്. അത്രമാത്രം എക്സാക്ട്ലി സിവിയർ ആയിട്ട്. ഇതൊന്നും അറിയില്ലാണ്ടല്ല, പക്ഷെ എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. അറിഞ്ഞുകൊണ്ട് ചെയ്യാണ്. എല്ലാവർക്കും അറിയാം, അവയർനെസ് ഉണ്ട്, ബട്ട് നോട്ട് ആക്ടിങ്. മനുഷ്യന്റെ ശരീരത്തിൽ തന്നെ അത് എത്തിപ്പെടുന്നുണ്ട്. അത് നമ്മൾ അറിയില്ല. ഇത് പ്രകൃതിയിലൂടെ നമ്മുടെ ശരീരത്തിൽ തന്നെ എത്തിപ്പെടുന്നു. ഓക്കെ, ഉല്ലാന സാർ. സാർ അൺമ്യൂട്ട് ചെയ്യും. ഇട്ടാകുന്നില്ല. റോയ് സാറിലേക്ക് പോവാം. റോയ് സാർ ഓക്കെ. ഉല്ലാന സാർ വന്നു. ഓക്കെ, പറയൂ സാർ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. പറഞ്ഞു. ജയറാം സർ, പ്രത്യേക വിഷയത്തെ നമ്മൾ മുന്നിലേക്ക് ഇന്ന് കൊണ്ടുതരികയാണ് ചെയ്തത്. തുടക്കം എങ്ങോട്ടാ പോയതൊന്നും പിടികിട്ടിയില്ല. പിന്നീടാണ് മനസ്സിലായത് നമ്മുടെ പ്രകൃതിയെക്കുറിച്ച് നമുക്ക് ഉണ്ടാവേണ്ട ഉത്ബോധങ്ങളെക്കുറിച്ചും നമ്മുടെ പെരുമാറ്റങ്ങളെക്കുറിച്ചുമാണ് സാറ് പറഞ്ഞു തന്നത്. അടുത്ത തലമുറയിലേക്ക് നമ്മുടെ സംഭാവനകൾ എന്തായിരിക്കണമെന്നും പറയാതെ പറയുകയാണ്. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചത് ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ ഈഗോ ക്ലാഷ്, പരസ്പരം വ്യക്തികൾ തമ്മിലുള്ള ഈഗോ ക്ലാഷ്, അതിനെ ഒന്ന് അവസാനിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. സാറ് തന്നെ ഒരു വാക്ക് പറഞ്ഞിരുന്നു, ബി വിത്ത് എംപതി. മറ്റുള്ളവന്റെ വിഷമങ്ങൾ അറിഞ്ഞ് നാം അവനായി മാറാനുള്ളൊരു ശ്രമം നടത്തുകയാണെങ്കിൽ ഈ പ്രകൃതി നമുക്ക് ധാരാളമാണ്. പരസ്പര സഹായം നമുക്ക് നൽകാൻ കഴിയുകയാണെങ്കിൽ ഈ പ്രകൃതി നമുക്ക് വളരെ സഹായകരമാണ്. പ്രകൃതിയിലെ മാറ്റങ്ങൾ നാം പ്രതീക്ഷിച്ചേ പറ്റൂ. കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു, അത് നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ചൂട് കൂടുന്നു. ഇന്നത്തെ നില ഇന്നലത്തേക്കാൾ വ്യത്യസ്തമായി ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വെളുപ്പാൻ കാലത്ത് നല്ലൊരു തണുപ്പിന്റെ പ്രഭാവം കൂടി ഉണ്ടാകുമ്പോൾ നമ്മൾ അതും അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മളൊരു താളം നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നു. പ്രകൃതിയുടെ താളക്കേടിനെ നമ്മൾ ശപിക്കാതെ നമ്മൾ അതിനനുസരിച്ചൊരു താളം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് സുഖകരമായി മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഒന്നുകൂടെ പറഞ്ഞ് നിർത്താം. ഭൂമിയുടെ മരണത്തിന് ഉത്തരവാദി നാം തന്നെയാണ്. ഈ ഭൂമി നമ്മുടെ തറവാടാണ്. നമ്മുടെ തറവാടിനെ നാം തന്നെ കൊള്ളിവെക്കുന്നൊരവസ്ഥയാണ്. അതിന്റെ പ്രധാന ഘടകം നമ്മുടെ പ്ലാസ്റ്റിക് ഉപയോഗം എന്നേ പറയാനുള്ളൂ. യാതൊരു ലക്ഷ്യബോധവുമില്ലാത്ത ഉപയോഗം. വളരെ അത്യാവശ്യത്തിന് പ്ലാസ്റ്റിക് ഉപയോഗിക്കുക, അത് റീസൈക്കിൾ ചെയ്യുക, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് ഉറക്കെ പറയുകയാണ്. സർ, ഭൂമിയിലെ കടൽ 1/3, 2 ഭാഗം വെള്ളമാണ്, കടലാണ്. നാം അയക്കുന്ന ഈ പ്ലാസ്റ്റിക് ദുരന്തങ്ങൾ മുഴുവൻ കടലിലേക്ക് എത്തുകയും കടലിലെ ആവാസ ജീവൻ, ആ ജീവൻ തകർക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ മത്സ്യങ്ങൾ പതുക്കെ കഴിക്കപ്പെടുന്നു. അവര് ആ മത്സ്യങ്ങളെ നമ്മൾ കോരിയെടുത്ത് നമ്മൾ വീണ്ടും കഴിക്കുന്നു. നാം ഇട്ടുകൊടുത്ത അഴുക്ക് നമ്മളെ കൊണ്ട് തന്നെ ഈ പ്രകൃതി തീറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നിർത്തുകയാണ്. നമ്മുടെ സ്വന്തം ചിത്രം നമ്മളൊന്ന് കാണുക. സെൽഫ് അവയർനെസ്, ഇതിന് വേറെ ഒന്നും ചെയ്യാനില്ല. ആദ്യകാലത്ത് നമ്മള്
നമ്മുടെ അഴുക്ക് അടുത്തവന്റെ വേലിക്കായി ഇടുക, അവന്റെ അഴുക്ക് നമ്മുടെ വേലിയുടെ മറ്റൊരു ഭാഗത്തിടും. പരസ്പരം അഴുക്ക് ചവിട്ടി മുന്നോട്ട് പോകുന്ന അവസ്ഥയായിരുന്നു. എനിക്ക് ചുരുക്കത്തിൽ ഇത്രേ പറയാനുള്ളൂ. നമ്മുടെ ഔട്ട്ലുക്ക് അല്ലെങ്കിൽ എംപത്തിക് ഔട്ട്ലുക്ക് മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകും. അല്ല സ്വാർത്ഥതയാണ് നമ്മുടെ മുഖമുദ്രയെങ്കിൽ രണ്ടും നശിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വരും തലമുറയെ മരണത്തിലേക്ക് തള്ളിവിടരുത്. അതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. താങ്ക് യു ജയറാം സർ. ഇത്രയൊക്കെ ചിന്തിക്കാൻ പറ്റിയത് സാറിന്റെ വാക്കുകൾ കൊണ്ടാണ്. സത്യത്തിൽ സാർ അടുത്ത തലമുറയെ പെട്ടെന്ന് മരിക്കരുത്, ഇഞ്ചിഞ്ചായി കൊല്ലുവാണ്. അതാണ് അതിൻ്റെ ഭീകരത അല്ലേ? റോയ് സാർ പെട്ടെന്ന്. ജീവൻ നിലനിർത്താൻ ഉതകുന്ന സാഹചര്യമാണ് പ്രകൃതിയിലുള്ളത് എന്ന് സാറ് പറഞ്ഞു. അതിനെ ഡോക്ടർ ജെയിംസ് ലോക്കിന്റെ ചില പഠനങ്ങൾ പറഞ്ഞു. ഇതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ ഒരു നല്ല ഇൻസൈറ്റ് തന്നു കാര്യങ്ങളെ കുറിച്ച്. കാരണം ഈ ദുരന്തങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്കുണ്ടാവാതെ എങ്ങനെ രക്ഷപ്പെടാം എന്നതാണ് നമ്മൾ ആലോചിക്കുന്നത്. അത് പോരാ, അതിനകത്ത് ഒരു പോസിറ്റീവ് എമോഷൻ വേണം, എമ്പതി വേണം, ഇതെല്ലാം പറഞ്ഞു സാറ് ദുരന്തങ്ങൾ. പിന്നെ വരാതിരിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു അവയർനെസ് വേണം എന്നും പറഞ്ഞു. അത് ചിന്തിക്കാനും അതുവഴി കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണം. അതിന് അഡോപ്റ്റബിലിറ്റി വേണ്ട രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് നമ്മളിൽ ഉണ്ടാവണം എന്നെല്ലാം സാറ് പറഞ്ഞെങ്കിലും ഇത് മറ്റുള്ളവരിലേക്ക് എന്തുമാത്രം ചെലുത്താൻ പറ്റും എന്ന് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ തന്നെ അഡോപ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ സാറ് ഒക്കെ പറഞ്ഞതുപോലെ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അവനവന്റെ ഭാഗങ്ങൾ നന്നായിരിക്കട്ടെ എന്ന് പറയുന്ന ഭാഗങ്ങളാണ് അതിനകത്ത് ഉള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പുല്ലുകളൊക്കെ നശിച്ചു പോകാനും കുതിർക്കാതിരിക്കാനുമായിട്ട് മരുന്നുകൾക്ക് ഏർപ്പാടുണ്ട്. അത് അവനവന്റെ ഇതിലാണെങ്കിലും അത് ഒഴുകി അടുത്ത അയൽവക്കംകാരിലും ഒക്കെ ഈ മഴയിൽ ഒക്കെ വരും. അപ്പൊ അതുകൊണ്ട് ശരിയായ ഒരു അവയർനെസ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രകൃതിയെ ഇതുപോലെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സമുദ്രത്തിൽ നിന്നുണ്ടാകുന്ന വിഷയങ്ങൾ അത് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു, സൈക്ലോൺ പോലെയുള്ള കാര്യങ്ങൾ, ടെമ്പറേച്ചർ വ്യതിയാനങ്ങൾ, ഇതിൻ്റെ എല്ലാം ഇതാണെന്നുള്ള വിവരം ഹൈപ്പോത്തിക്കേഷൻ മാത്രമല്ല കുറെ കണ്ടുപിടുത്തങ്ങളും അനുഭവത്തിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ അതിനകത്ത് നിന്ന് രക്ഷപ്പെടാമെന്നും ആണ് നമ്മൾ ആലോചിക്കുന്നത്. ഭാവിയിൽ അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു കാര്യം സംഭവിച്ചു കഴിയുമ്പോൾ കുറെ പേര് ആലോചിക്കുന്നു എന്നതല്ലാതെ ഒരു മുൻകൂട്ടി അതൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് പ്രോപ്പറായ അവയർനെസ് ഈ കാര്യത്തിൽ വേണം എന്ന് പറയുന്ന കാര്യങ്ങൾ വളരെ അർത്ഥവത്തായ രീതിയിൽ ചിന്തിക്കാനും ഒക്കെ അവസരം തന്ന വിജയരാമൻ സാറിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും. താങ്ക് യു സാർ. താങ്ക് യു. ഓമന ടീച്ചർ. താങ്ക് യു സാർ. വിജയരാമൻ സാറിന്റെ ക്ലാസ് അതിഗംഭീരമായിരുന്നു. പിന്നെ ആ സ്ലൈഡിന്റെ കാര്യം ഒട്ടും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എൻ്റെ ഒരു വീക്ക്നെസ് ആണ് സ്ലൈഡ് ഉണ്ടാക്കല്. അപ്പൊ സാറ് എന്തൊരു ഭംഗിയായിട്ട് ആ സ്ലൈഡ് ഉണ്ടാക്കിയത്. എനിക്കത് എന്താ പറയാ, ഭയങ്കര അസൂയ തോന്നി. അത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഒന്ന് പഠിക്കണം എന്ന് വരെ തോന്നി. പിന്നെ സാറിന്റെ വിഷയം, പണ്ട് പാലും കുപ്പിയും കൊണ്ട് റോട്ടിൽ കൂടെ നടന്നു പോകുന്ന വഴിക്ക് ഒരു തോടുണ്ട്. ആ നടന്നുകൊണ്ട് തോട്ടിൽ കൂടെ ഇറങ്ങി നടന്നുകൊണ്ട് പോകുമ്പം ആ കുപ്പി ഒന്ന് വെള്ളത്തിൽ മുക്കി പിടിക്കുമ്പോ ആ ഒച്ച കേട്ടോണ്ട് ഇങ്ങനെ വെള്ളം കയറുമല്ലോ. അങ്ങനെ കളിച്ചുകൊണ്ട് ആ കുപ്പി പൊട്ടിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന്. ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. ആ തോട്ടിൽ അവിടെ നിന്ന് കരയാനല്ലാതെ വീട്ടിലോട്ട് പോകാൻ പേടിയായിരുന്നു. കാരണം കുപ്പി ഇല്ലാതെ വീട്ടിൽ പോകാൻ പറ്റുമോ? ഞാൻ തന്നെ കണ്ടു. പാല് മേടിക്കണമെങ്കിൽ കുപ്പി വേണം, വെളിച്ചെണ്ണ മേടിക്കണമെങ്കിൽ കുപ്പി ഇല്ലാതെ കടയിൽ പോയാൽ വെളിച്ചെണ്ണ കിട്ടിയല്ല. അതേ ഞാൻ തന്നെ കണ്ടു പ്ലാസ്റ്റിക് കൂടിൽ വെളിച്ചെണ്ണ കെട്ടിക്കൊണ്ടുപോകുന്നത്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ആ സമയത്ത്. എൻ്റെ ആ കുപ്പി പൊട്ടിയ കേസ് എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ അന്ന് എന്തിനാ കരഞ്ഞത്? ഈ പ്ലാസ്റ്റിക് കൂടിൽ വെളിച്ചെണ്ണ കെട്ടിക്കൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു. അപ്പം എന്തൊരു അതൊക്കെ ഭയങ്കര എളുപ്പമുള്ള കാര്യമല്ലേ? പ്ലാസ്റ്റിക് കൂടിൽ
പീഡിയക്കാർ നമ്മൾ പോയി വെളിച്ചെണ്ണ എന്ന് പറയുന്നു, ഉടനെ അത് പ്ലാസ്റ്റിക് കൂട്ടിൽ ഇങ്ങോട്ട് കിട്ടുന്നു. നമ്മളൊരു കുപ്പിയും കൊണ്ടുപോകുന്നില്ല, ഒന്നുമില്ല. നമുക്ക് എന്ത് എളുപ്പം, എല്ലാ എളുപ്പ വഴിയിൽ നടക്കുവാണ്. പക്ഷെ നമ്മൾ എത്ര അവെയർ ആയിട്ടും കാര്യമില്ല. എനിക്ക് ഒരു വീടുണ്ടാക്കാൻ വേണ്ടി 5 സെന്റ് പാടം നികത്തുന്നതേ ഉള്ളൂ. എനിക്ക് വീട് വേണ്ടേ? അങ്ങനെ എല്ലാവരും 5 സെന്റ് നികത്തുമ്പം പാടം ഇല്ലാണ്ടായിട്ടുണ്ട്. അതുപോലെ എനിക്കൊരു വീട് വെക്കാൻ വേണ്ടി കുന്നിന്റെ മേലെ വീട് വെക്കാൻ പറ്റില്ലല്ലോ. JCB കൊണ്ടുപോയി അത് ഞാൻ നിരത്തുന്നു. അതെനിക്കൊരു വീട് വെക്കാനല്ലേ. അത് എനിക്ക് വീട് വേണ്ടേ? നിങ്ങൾക്കൊക്കെ വീട് പോരല്ലോ. അങ്ങനെ 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 എല്ലാവരും അവരവർക്ക് വേണ്ടി ഒരു മരം മുറിക്കുന്നു. ഇപ്പം വേറൊരു വഴിക്ക് ആലോചിച്ചാല്, ഇവിടെ വയനാട്ടിൽ പ്രത്യേകിച്ചും ഞാൻ താമസിക്കുന്നത് ഒരു കുരങ്ങിന്റെ തറവാട്ടിലാണ്. അപ്പം മരങ്ങൾ എത്ര കൂടുതലുണ്ടോ അത്രയും കുരങ്ങിന്റെ ഉപദ്രവം കൂടും. അപ്പൊ പറമ്പിൽ മരം നിന്നോട്ടെ എന്ന് നമ്മൾ വിചാരിച്ചാലും നിന്നാൽ രക്ഷയില്ല. ഒരു പയറ് പോലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്നിപ്പോ എൻ്റെ ഒരു സുഹൃത്ത് ലേഡി ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്ത് ഞാൻ ചോദിച്ചു, പച്ചക്കറി വല്ലതും കിട്ടുമോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അപ്പടി കുരങ്ങാ ടീച്ചറേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു വലയൊക്കെ ഇട്ട് നിങ്ങൾക്ക് വേണ്ടത് ഉണ്ടാക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, വലയൊക്കെ ഇട്ട് ഞാനൊരു പയറിട്ടിട്ട് അതിന്റെ എട്ടേ കൂടെ വന്നിട്ട് ആ പയറ് മാത്രം പറിച്ചോണ്ട് പോവുക കുരങ്ങൊക്കെ ഭയങ്കര പിന്നെ പഠിച്ചു പോയിട്ടുണ്ട്. നല്ല എവിടുന്നൊക്കെയോ ഡിഗ്രി എടുത്തിട്ടാണ് ഇപ്പൊ കുരങ്ങ് വരുന്നത്. സൗണ്ട് പോലും ഇല്ലാതെ 2 പിള്ളേരെ പുറകിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. ഇപ്പോഴത്തെ ജനലിൽ കൂടെ നോക്കുമ്പോൾ 2 കുരങ്ങ, ഒരൊച്ചയില്ല, ഒരു അനക്കമില്ല, ഒന്നുമില്ല. അവരുടെ കാര്യം നടത്തിയിട്ട് അവർ പോകും. ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് മനുഷ്യർക്ക്. പിന്നെ നമ്മളെല്ലാം ഒരു നിയമം എങ്ങനെ ലംഘിക്കാന്ന് ആലോചിക്കുന്നവരാണ്. ഇപ്പൊ നമ്മൾ നോക്കൂ, നമുക്ക് വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് നികുതി കൊടുത്തൂടെ? ഈ നികുതി കൊടുക്കരുത് എന്നുള്ള ഒരു ചിന്ത എല്ലാവരുടെയും മനസ്സിൽ വല്ലാതെ തറച്ചു കിടപ്പുണ്ട്. എന്തുകൊണ്ട് നമുക്ക് നികുതി കൊടുത്തുകൂടാ? നികുതി കൊടുക്കുന്ന ഒരു സാധാരണ ചെയ്യേണ്ട കാര്യമല്ല. എൻ്റെ മോനൊക്കെ ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് നികുതി അത് അത് അങ്ങനെ ചെയ്താൽ നികുതി കുറയ്ക്കുക, ഇങ്ങനെ ചെയ്താൽ നികുതി കുറയ്ക്കാന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ ഞാൻ മനസ്സിലോർക്കും, ഇവനൊക്കെ ചില നികുതി അങ്ങ് കൊടുത്തൂടെ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഞാൻ പറയാറുമുണ്ട്, നികുതി കുറച്ചൊക്കെ കൊടുക്കടാ നീ എന്ന് പറയാറുണ്ട് ഞാൻ. ആ രീതിയിൽ നമ്മൾ നിയമം എങ്ങനെ ലംഘിക്കാന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അവിടെയാണ് പ്രശ്നങ്ങൾ മുഴുവൻ. നമുക്ക് നിയമങ്ങൾ അനുസരിക്കാൻ താല്പര്യമില്ല. നിയമങ്ങൾ ഒട്ടും സ്ട്രിക്റ്റും അല്ല. സ്ട്രിക്റ്റായ നിയമങ്ങൾ ഉണ്ടായാൽ മാത്രമേ സാറിപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രതിവിധിയുള്ളൂ. ആരും അവെയറായിട്ട് കാര്യമില്ല. എല്ലാവരും അവരവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോഴാണ് ഇതെല്ലാം കൂടി ബൾക്കായിട്ട് ഈ ആഗോളതാപനത്തിലേക്ക് പോണത്. അപ്പം ഞാൻ വിചാരിക്കുക, ഒരു ഞാൻ ചിലപ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ ഓർക്കും, ഒരു ദിവസത്തേക്ക് എനിക്കൊരു അധികാരം കിട്ടിയായിരുന്നു, കുറെ നിയമം ഞാൻ അങ്ങോട്ട് സ്ട്രിക്റ്റ് ആക്കി. എന്താ പറയാനാ, സാറിന്റെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. ആ സ്ലൈഡ് പ്രത്യേകിച്ചും ഒത്തിരി നല്ലതായിരുന്നു. താങ്ക് യു സാർ. പറഞ്ഞാൽ കുറെ പറഞ്ഞു പോകും. എനിക്ക് ഒത്തിരി ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിഷയമാണ്. പുതിയ ഒരു പോസ്റ്റ് വന്നതാണ്, കുപ്പിവെള്ളത്തിൽ മാരകമായുള്ള ഒരു മൈക്രോ നാനോ പ്ലാസ്റ്റിക്. ഒരു വർഷം അടിഞ്ഞുകൂടുന്ന 1 ലക്ഷത്തിലധികം കണങ്ങൾ, ഏകദേശം 2,40,000 കണങ്ങളാണ് ഇതുപോലെ അതിൽ കാണാവുന്നതെന്നൊക്കെ ഇങ്ങനെ പോസ്റ്റ് വരുന്നു. ഹസീന ഉണ്ടോ, ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി? സാർ, പറയും. അപ്പോൾ ഇന്നത്തെ സൈക്കോളജി ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള ഈ ഒരു പ്രസക്തമായ വിഷയം വിജയരാമൻ സാർ വളരെ വൃത്തിയായി നമ്മിലേക്ക് അവതരിപ്പിച്ചു. ഇപ്പൊ എല്ലാവരും അതിനെക്കുറിച്ച് കമന്റ്സ് പറഞ്ഞു. ഞാനും ഇത് തന്നെയാണ് ഓർത്തത്. കാരണം നമ്മൾ ഇന്ന് പണ്ട് സൈക്കോളജി രൂപപ്പെട്ടപ്പോൾ സൈക്കോളജി ആസ് എ സയൻസ് എന്ന രൂപത്തിൽ വില്യം ബോണ്ടിന്റെ സ്ട്രക്ചറലിസം സ്കൂൾ ഓഫ് സൈക്കോളജി വന്ന ആ സമയത്ത് പോലും സൈക്കോളജിയെ കുറിച്ച് പറഞ്ഞത് അതിൽ പ്രധാന ടേം എന്ന് പറയുന്നത് ഇൻട്രോസ്പെക്ഷൻ ആയിരുന്നു. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ ആ ഒരു ഇൻട്രോസ്പെക്ഷൻ വേണമെന്ന് നമ്മളെ മനസ്സിലാക്കി തരാൻ ഈ ഒരു ക്ലാസ്സിലൂടെ സാറിന് സാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സോ താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച് ആൻഡ് താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു. അടുത്ത് ജോർജ് സാർ ഉണ്ടോ? വേറെ ഇനി ആരുള്ള സംസാരിക്കാനുള്ള അഡ്മിറ്റ് ചെയ്യൂ, ഞാൻ വിളിക്കാം. പത്മ മാം, കുഞ്ഞോയ് മാസ്റ്റർ, മുഹമ്മദ് സിയാസ്, സ്നേഹദ മാം. യെസ്, പത്മ മാം പറയും. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. സാറിന്റെ ക്ലാസ്സിലെ ടോപ്പിക് കേട്ടപ്പോൾ ഞാൻ അതെന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷയോടെയാണ് വന്നത്. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും പൊതുവെ അറിയേണ്ട കാര്യം, പിന്നെ ആലോചിക്കേണ്ട കാര്യം എല്ലാം ആയിട്ടുള്ളൊരു ഇതായിരുന്നു. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ഭൂമി ഒരു വലിയ ജീവിയായിട്ട് നമ്മളെല്ലാം എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം
നമുക്കെല്ലാം വേണ്ടുന്നത് തന്നെയാണ്. പക്ഷെ നമ്മളെ ഇപ്പോൾ പോപ്പുലേഷൻ കൂടുന്തോറും പൊല്യൂഷൻ കൂടുന്നെന്ന് പറഞ്ഞ ഒരവസ്ഥയിലാണ് ഉള്ളത്. ഇപ്പം ഭൂമി നോക്കിക്കൊണ്ട് നമ്മൾ ദൈവം എന്ന് പറയുന്നതും ഇത് തന്നെയായിരിക്കും. നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്ന അതാണ് തിരിച്ചു കിട്ടും നമ്മൾ ചെയ്യുന്നതിനല്ല. അത് പ്രകൃതിക്ഷോഭമായിട്ടും ഏത് വിധത്തിലാണെങ്കിലും ഇപ്പം ലോകം മുഴുവൻ പ്രകൃതിക്ഷോഭം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അമേരിക്കനെ പറഞ്ഞിട്ട് അവർക്കും ഇഷ്ടം പോലെ ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ നമ്മള് ചുഴലിക്കാറ്റായാലും മറ്റ് വിധത്തിലുള്ളതെല്ലാം. പിന്നെ കേരളത്തിലുള്ളവർക്ക് വേറെ ഒന്നും കൂടിയുണ്ട് പഠിക്കാൻ. അതുകൊണ്ട് മുല്ലപ്പെരിയാറിനെ പറ്റിയിട്ട് ഇപ്പൊ എറണാകുളത്തുള്ളവരെല്ലാം കുറച്ചധികം ഇതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടാവും, പഠിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രകൃതിനെ പറ്റി അറിയെങ്കിൽ. ഇപ്പൊ ഇവിടെ പലരും പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാം എല്ലാം, പക്ഷെ ആരും അത് കാര്യമാക്കുന്നില്ല. നിങ്ങൾക്ക് അത്യാവശ്യമുള്ള നീണ്ട ഒരു ദീർഘവീക്ഷണത്തോടെയൊന്നും ആരും ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് കൂടിയായിരിക്കും ഇങ്ങനെ പലതും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അന്റാർട്ടിക്കയിൽ പുല്ല് മുളക്കുന്നെന്ന് പറഞ്ഞാലും അതൊരു തമാശയായിട്ട് നമ്മൾ എടുക്കുമായിരിക്കും കുറെ കഴിയും. പക്ഷെ അതുകൊണ്ടുണ്ടാവുന്ന അപകടം എന്താണെന്ന് ആരും മനസ്സിലാക്കൂല. പിന്നെ ഇപ്പൊ എല്ലാവരും പ്ലാസ്റ്റിക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മള് ഇതിനിടയ്ക്ക് നമ്മളെ വീട്ടിൻ്റെ അടുത്തുണ്ടായ ഒരു കാര്യം ഓർമ്മിക്കുക. അവിടെ നമ്മൾ നടക്കാൻ വന്ന സ്ഥലമാണ്, നല്ല വയൽ പ്രദേശം. ഈ ഷോർട്ട് ഫിലിമെല്ലാം ആൾക്കാർ വന്ന് ഷൂട്ട് ചെയ്യുന്ന അത്രയും ഭംഗിയുള്ള സ്ഥലമാണ്. പശുക്കൾ മേയുന്നുണ്ടാവും, അതെല്ലാം. ഇപ്പൊ ഈ അടുത്ത ദിവസം അവിടെ കുറെ വേസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് എവിടുന്നറിയില്ല കൊണ്ടുപോയി തട്ടുന്നുണ്ട്. ഇതിനിടെ 2 ദിവസം ഭയങ്കര പുകയായിരുന്നു, തീയിട്ടിട്ട് ആ പരിസരത്തേ പോകാൻ പറ്റാത്ത പോലെ. പിന്നെ കൗൺസിലർ വന്നു, ഫയർഫോഴ്സ് വന്നാൽ തൽക്കാലം വെള്ളം നനച്ച് നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഇനിയും ഇതൊന്നെയായിരിക്കും നടക്കാൻ തോന്നുന്നു. ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ കണങ്ങൾ ബ്രെയിനിൽ വരെ എത്തുന്നുണ്ട് എന്നാണല്ലോ പറയുന്നത്, കേൾക്കുന്നത്. ആവശ്യത്തിന് ഓക്സിജൻ കിട്ടിയിട്ടില്ലെങ്കിൽ അതൊരു മാനസിക പ്രശ്നമായിട്ട് ആൾക്കാർ മനോരോഗിയെ പോലെ ആവാനും ചാൻസ് ഉണ്ട്. ഇത്രയാന്ന് പറയണ്ട. ഇപ്പൊ ഗാന്ധിജി പണ്ട് പറഞ്ഞത് നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടുന്നത് പ്രകൃതി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്, പക്ഷെ അത്യാവശ്യങ്ങൾക്കുള്ളതില്ല. അത് അത്യാഗ്രഹത്തിന് ഉള്ളതില്ല. ആ അത്യാഗ്രഹം കാണിച്ചാൽ അതിന്റെ ഫലം നമ്മളതിൽ അനുഭവിക്കേണ്ടി വരും. അത് ഓർക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. താങ്ക് യു. നല്ലൊരു ക്ലാസ്. ഓക്കെ, താങ്ക് യു മാം. വേറെ ഇനി ആർക്കെങ്കിലും? മുഹമ്മദ് ഷിയാസ്, കുഞ്ഞായി മാസ്റ്റർ, സ്നേഹത മാം. സാബു സാർ, സാബു സാർ, പറയൂ. പ്ലീസ് സാർ, ഞാൻ പറയാം. ഈ പ്രകൃതിയുടെ, നമ്മൾ ജീവിക്കുന്ന ഭൂമിയുടെ ഈ സ്വഭാവം ആകെ മാറി മറിഞ്ഞ ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു വിഷയമായിട്ടാണ് വിജയ സാറ് ഇവിടെ വന്നത്. നമ്മള് ഈ ജീവനുള്ളതാണ് ഭൂമി, ഭൂമിയും നമ്മോടൊത്ത് ജീവിക്കുന്നു, നമ്മളിതിൽ ഞെക്കിക്കൊല്ലരുത് എന്നുള്ള വലിയൊരു സന്ദേശം അത് സാബു സാറിൻ്റെ ഈ വിജയൻ സാറിൻ്റെ സെഷനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമ്മൾ ഇതിനെപ്പറ്റി പറയാൻ ധാരാളം ആളുകളുണ്ട് സാർ, പക്ഷെ പ്രവൃത്തി രംഗത്ത് ആരും മുന്നോട്ട് വരാത്തതാണ് ഇതിൻ്റെ കാരണമെന്നാണ് എനിക്ക് എൻ്റെതായിട്ടുള്ള അഭിപ്രായം. നമ്മൾ പലതും നിരന്തരമായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയിട്ടാണ് നമ്മൾ ഈ നിലയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കാർഷിക സമരത്തിലുള്ള സമരങ്ങൾ, കുടിയൊഴിപ്പിക്കലിനെതിരായുള്ള സമരങ്ങൾ, അതുപോലെ ജമ്മിത്തത്തിനെതിരായിട്ട്, ജാതി വിവേചനത്തിനെതിരായിട്ട്, ഇതിനൊക്കെ നമ്മൾ നിരന്തരം അടവെട്ടിയിട്ടാണ് ഈ നിലയിലേക്ക് സമൂഹം മാറിയത്. പക്ഷെ ഇപ്പോഴീ മലിനീകരണത്തിനെതിരെ പ്രതികരിക്കാനും ശബ്ദിക്കാനും കുറച്ച് ബുദ്ധിജീവികളൊക്കെ ഇവിടുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു, പറയുന്നു എന്നല്ലാതെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന ഒരു നിർദ്ദേശങ്ങളോ പ്രവർത്തനങ്ങളോ ആരുടെ ഭാഗത്തു നിന്നും കാണുന്നില്ല. സർക്കാരാണെങ്കിൽ ഇതിനെപ്പറ്റി വളരെ അലംഭാവത്തോടെയാണ് പെരുമാറുന്നത്. അവർക്ക് എന്ത് തന്നെ ആയാലും തിരക്കേടില്ല. ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ സർക്കാർ വിചാരിച്ചാൽ നിർത്താൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ നേരത്തെ വളരെ 50, 60, 70 കൊല്ലം മുമ്പൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഇതൊന്നും ഇല്ലാത്തൊരു ജീവിതം ഉണ്ടായിരുന്നു. സർക്കാർ ലെവലിലാണ് ഇപ്പോഴെല്ലാ മേഖലകളിലും
ഭൂമിയെ ഞെക്കിക്കൊല്ലുന്ന ഈ സംവിധാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലയിലും സർ. ഇപ്പോൾ വനവൽക്കരണ രംഗത്ത് കുറഞ്ഞ കാലത്തിനുള്ളിൽ എനിക്ക് അനുഭവപ്പെട്ട ചില കാര്യങ്ങൾ പറയട്ടെ സർ. ഇവിടെ പരമ്പരാഗതമായി ഉണ്ടായിരുന്ന പല വൃക്ഷങ്ങളൊക്കെ പോയിട്ട് സർക്കാർ ഏജൻസികൾ നടപ്പിലാക്കിയത് തൈകൾ കൊണ്ട് വിതരണം ചെയ്തത് അക്കേഷ്യ, മഹാഗണി, പിന്നെ മാഞ്ചിയം, യൂക്കാലിപ്സ് തുടങ്ങിയ ഉപയോഗശൂന്യമായിട്ടുള്ള മരങ്ങളാണ്, തൈകളാണ് ഇവരൊക്കെ വിതരണം ചെയ്തിരുന്നത്. എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഏജൻസികൾ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി അവരുടെ വ്യാവസായിക വളർച്ചയ്ക്ക് വേണ്ടി നടപ്പിലാക്കിയ സംവിധാനമായിരുന്നു ഇത്. അതുപോലെ എല്ലാ മേഖലയിലും, ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, എല്ലാ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഭൂമിയെ നിരന്തരം ഞെക്കിക്കൊള്ളുകയാണ്. ഇതിന് എനിക്ക് സാബു സാർ അടക്കമുള്ള ഈ ഇവിടെ വലിയ ആളുകൾ അടങ്ങിയ ഈ സദസ്സിനോട് പറയാനുള്ളത്, നമ്മുടെയൊക്കെ സമരം ഇനി ഇതിനെതിരായിട്ടായിരിക്കണം. സർക്കാർ സമ്മർദ്ദം ചെലുത്തുക. നമ്മൾ ഇതിനൊക്കെ മാറ്റം വരുത്തിയാൽ ഞങ്ങൾ വോട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ അവരും മാറി ചിന്തിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് നമ്മൾ പരിസരം ആകെ നശിച്ചു കഴിഞ്ഞ ദിവസം ഇനി എന്ത് കത്തിക്കുക അല്ലെങ്കിൽ വലിച്ചെറിയുക ചെയ്യുക, എന്താ ചെയ്യുക? അങ്ങനെയുള്ള അവസ്ഥയിലേക്കാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സെഷൻ വളരെ ഉപകാരപ്രദമാണ്. ജനങ്ങളെ ബോധവൽക്കരിക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. നമ്മൾ നിരന്തരം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാവി തലമുറയുടെ ജീവിതം ആശങ്കയിലാണ് സാർ. ഇത് ബോധ്യപ്പെടുത്തിയ സാറിന്, ഇത് നേതൃത്വം കൊടുത്ത സാബു സാറിനൊക്കെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്താണ് സാർ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. താങ്ക് യു. ജോർജ് സാർ പറയും. ഹായ്, താങ്ക് യു സാർ. വിജയരാമൻ സാർ, കൺഗ്രാജുലേഷൻസ് സാർ. ഇന്നും ഇന്നോവേറ്റീവ് ഐഡിയാസ്, ആ സബ്ജക്റ്റിന് വലിയ പ്രത്യേകത ഉണ്ടാവും. അതും ഡീപ് സ്റ്റഡീഡുമാണ്. എത്രയോ ശരിയാ സാറേ. പ്രകൃതി ചൂഷണം പലരും കരുതുന്ന ഇത് എന്നെ ബാധിക്കുന്ന പ്രശ്നമില്ലല്ലോ. എനിക്ക് സാറ് പറഞ്ഞ പോലെ എനിക്ക് നല്ല AC ഉണ്ട്, AC വെക്കാൻ കാശുണ്ട്, ഈ ഒരു പ്രശ്നമില്ല. എൻ്റെ പരിസരം എങ്ങനെ കൈകാര്യം ചെയ്താലും എന്താ, ഒന്നാ രാഷ്ട്രീയക്കാരാണ്, അവരെ സ്വാധീനിക്കാനും ശക്തിയുണ്ട്, അതിനും പൈസ മതി, പ്രശ്നമൊന്നുമില്ല, എന്നെ ബാധിക്കുന്നില്ല. വരും തലമുറയെ കുറിച്ച് ചിന്തിക്കാൻ ഇവർക്ക് വിവരമില്ല. അന്നേരത്തെ കാര്യമല്ലാതെ വേറൊരു ഒരു ചിന്തയില്ല, ദീർഘവീക്ഷണമില്ല. ഇതേക്കുറിച്ച് ആരെങ്കിലും പറയാൻ പോകുന്ന മണ്ടനാകും. അത് ആ വ്യക്തിയുടെ മുമ്പിൽ മാത്രമല്ല, സമൂഹം മൊത്തത്തിൽ അങ്ങനെ കാണുള്ളൂ. അത് സത്യമാണ്. പിന്നെ സാർ, ഇന്നലെ ഒരു ഡോക്ടറുടെ ഒരു പ്രഭാഷണം കേട്ടു. മൈക്രോ പ്ലാസ്റ്റിക് അത് അളക്കാൻ ഒരു വഴിയുമില്ല. എന്തോരം ശരീരത്തിൽ ഉണ്ടെന്ന് അറിയാൻ ഒരു വഴിയില്ല. ക്യാൻസറിന്റെ പ്രധാന വില്ലൻ അവനാണെന്നാണ് പറയാൻ. എല്ലാ വിധത്തിലും, കുടിവെള്ളത്തിലും, വായുവിലും, ഭക്ഷണത്തിലും എല്ലാം കലരുന്നു. ഇപ്പൊ കുഞ്ഞുമാനുഷ് പറഞ്ഞ പോലെ ഇത് ഈ സർക്കാർ പ്ലാസ്റ്റിക്കിന്റെ സംവിധാനത്തിൽ വലിയ നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയും. പക്ഷെ പ്ലാസ്റ്റിക് ഒരു വശത്തൂടെ ഉണ്ടാക്കും, എന്നിട്ട് ഇപ്പൊ ഹരിതശ്രീക്കാരെ കണ്ട് ഇതെല്ലാം മേടിപ്പിച്ചു കൊണ്ടുപോയി പിന്നെ പ്രോസസ് ചെയ്യും. എന്തോ ഒരു വിരോധാഭാസം. എന്ത് ചെയ്യാനാ? ഇതൊക്കെയാണ് നമ്മുടെ സംവിധാനം. അപ്പൊ നമ്മൾ അതൊക്കെ അനുഭവിക്കാൻ നിർബന്ധിക്കപ്പെടുന്നവരായി തീരുവാണ് സത്യത്തിൽ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോൾ ചിലപ്പോൾ ഒന്ന് സ്ലോ ചെയ്താൽ അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും സാധിക്കുമെന്നൊന്നും ഞാനും വിശ്വസിക്കുന്നില്ല. എന്തായാലും സാറേ, കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായ വിഷയമായിരുന്നു. വളരെ പ്രസക്തം, വളരെ നന്നായിരുന്നു. ഇനിയും വരണം ഇത്തരം സബ്ജക്റ്റുമായിട്ട്. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഓക്കെ, ഇനി വേറെ ആരും സ്നേഹിതമാൻ പറയും. കേക്കാവോ സാർ? കേക്കാവോ? കേൾക്കാം. പ്ലാസ്റ്റിക് നമ്മൾ നിരോധിക്കണമെന്ന് പറയുകയും ചെയ്യും. ഇപ്പൊ എല്ലാ കല്യാണത്തിനും വെള്ളം തരുന്നതും പ്ലാസ്റ്റിക് കുപ്പിയിലാണ്. നേരത്തെ കല്യാണത്തിനും ഫംഗ്ഷനുകൾക്കും ഒക്കെ ഗ്ലാസ്സിലായിരുന്നു വെള്ളം കിട്ടുന്നത്. ഇതിപ്പം കുപ്പിയോടെ വെള്ളം ഇങ്ങനെ തന്നേക്കാം. അത്രയും പ്ലാസ്റ്റിക് മാലിന്യം കൂടിക്കൊണ്ടേയിരിക്കുക. പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കുടിച്ചാൽ ഇന്ന് സാറ് പറഞ്ഞ ആ വാർത്തയില് നാനോ പ്ലാസ്റ്റിക്കിന്റെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ അതിനകത്ത് നിന്ന് ദോഷം ഉണ്ടാകുമെന്നൊക്കെ അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഈ ഫംഗ്ഷനൊക്കെ നടത്തുന്നത്. അവരാരും ഇതിന്റെ കാര്യത്തിൽ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ നമ്മൾ കൂടുതൽ ബോധവൽക്കരണം സാറിനെ പോലുള്ളവർ നടത്തണം. സ്കൂളുകളിലെ കുട്ടികളെ വേണം ആദ്യം ബോധ്യപ്പെടുത്താൻ, അവര് തന്നെ നിയന്ത്രിക്കണം. നമ്മൾ പണ്ട് ഫാമിലി പ്ലാനിങ് ഇവിടെ നടപ്പാക്കിയില്ലേ,
ബോധവൽക്കരണം കൊണ്ട്. അതുപോലെ ഇത് നടപ്പാക്കിയില്ലെങ്കിൽ നമുക്കിവിടെ സാറ് ആ ഒരു ശാസ്ത്രജ്ഞന്റെ കാര്യം പറഞ്ഞതുപോലെ എത്ര 100 വർഷം കഴിയുമ്പോൾ ഭൂമി മരുഭൂമിയാകുന്ന അവസ്ഥയാണെന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളെ ആദ്യം ബോധ്യപ്പെടുത്തണം. അവര് പേരൻസിനോട് പറയും, അല്ലാതെ ഈ പേരൻസിന് ഇതൊന്നും ബോധ്യമാകത്തില്ല. അവര് എളുപ്പമുള്ള കാര്യം അങ്ങ് ചെയ്യും. താങ്ക് യു സാർ, ഇത്രയും നല്ലൊരു വിഷയം അവതരിപ്പിച്ചതിന്, സാബു സാർ അതിന് അവസരം ഒരുക്കിയതിന്. മാം, താങ്ക് യു. ഓക്കെ, ഇനി വേറെ ആരെങ്കിലും, രാജീവ് ഫിലിപ്പ് സാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യൂ, അല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. വിജയരാമൻ സാർ, താങ്ക് യു. ജോഷ് സാർ പറഞ്ഞില്ലല്ലോ. ജോഷ് സാറ് പറയുന്നു, അൺമ്യൂട്ട് ചെയ്യൂ. പറയുന്നുണ്ടോ? സൗണ്ട് ഇല്ല. യെസ്. ഇപ്പോ എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. സാറ് അതിനേക്കാൾ ഗംഭീരമായിട്ട് ക്ലാസ് കൊടുത്തു. ഇപ്പോ ആരെങ്കിലും രാവിലെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മള് ഫോൺ ചെയ്യാമെങ്കിൽ ഉടനെ തന്നെ ആദ്യം പറയുന്ന ഡയലോഗ് അസുഖത്തെ കുറിച്ചാണ്. പ്രത്യേകിച്ച് പനി വന്നിട്ട് മാറുന്നില്ല, ആന്റിബയോട്ടിക് കഴിച്ചിട്ടും മാറുന്നില്ല, പല മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല, പോവുകയും വരികയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ചുമ വരുന്നു, മാറുന്നില്ല. വലിയ മാറ്റം. ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ പല ആളുകളും കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനത്തെ 25 വർഷവും ഈ പുതിയ 21ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെ 25 വർഷവും നല്ല ഓർമ്മയോടെ ജീവിച്ചവരാണ്. എന്തുമാത്രം വ്യത്യാസമാണ് നമ്മുടെ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നത്. ആ വ്യത്യാസങ്ങളിലെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. വിദ്യാഭ്യാസത്തിലും സാമ്പത്തികമായ ഉയർച്ചയിലും അങ്ങനെ പല കാര്യങ്ങളിൽ, ഗതാഗതത്തിന്റെ കാര്യത്തിൽ ഒക്കെ തന്നെ നല്ലൊരു കുതികയാട്ടം എന്ന് വേണമെങ്കിലും പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ മൊത്തത്തിൽ ഇരുന്ന് നോക്കുമ്പോൾ നമുക്ക്, ഞാൻ ഇന്നൊരു ചെറിയ കുറിപ്പ് എഴുതുകയും ചെയ്തിട്ടുണ്ട്. കുറേ ദിവസം കൂടി ഇരുന്നാണ് ഒരു ബ്ലോഗ് ഇന്ന് തയ്യാറാക്കി. അതിൽ ഈ വിഷയമാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് ഇപ്പൊ ഈ ക്ലാസ്സും ഇതും കൂടെ ഒന്നിച്ചു വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും കൊള്ളാം. മനുഷ്യന്റെ ഈ ഇതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം ഒരു ആശ്വാസം നൽകുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ആശ്വാസമില്ല. ഞാൻ ഇപ്പൊ കൂടുതൽ സമയവും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടും പുറത്തേക്ക് പോകാൻ നിർവാഹം ഇല്ലാത്തതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ ഇരുന്ന ആലോചനകൾ മാത്രമാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ വിഷമമാണ് തോന്നുന്നത്. കാരണം നമ്മുടെ ആ കൗമാരവും യൗവനവും ഒന്നും ഇനിയും തിരിച്ചു വരില്ലല്ലോ എന്നോർത്തുള്ള ഒരു വിഷമം. അതൊരു ദുഃഖമാണോ അല്ലെങ്കിൽ നിരാശയാണോ എന്നൊന്നും വിലയിരുത്തേണ്ടതില്ല. എങ്കിലും വിഷമം തോന്നുന്നു. അന്നത്തെ കാലഘട്ടം എത്രയോ സന്തോഷ നിർഭരമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മനുഷ്യർ തമ്മിലുള്ള ആ ഒരു സ്നേഹവും അതുപോലെ തന്നെ കൂട്ടായ്മയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതിയുമാണ്. നമ്മൾ ഇന്ന് പറഞ്ഞ വിഷയത്തിലേക്ക് നമ്മൾ വീണ്ടും വരുമ്പോൾ ഇതെല്ലാം തകർത്തെറിഞ്ഞിട്ട് നമ്മൾ നേടിയത് എന്താണ് എന്ന് നോക്കുമ്പോൾ ഒരുപിടി അസുഖങ്ങളും കുറെ നഷ്ടങ്ങളും അല്ലാതെ പിന്നെ എന്താണ് പറയാനുള്ളത്? നേട്ടങ്ങൾ കുറെ, ഈ പറയുന്ന സാങ്കേതികമായ നേട്ടങ്ങൾ പറയാമെങ്കിലും ഒരു സുഖം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഞാൻ അവസാനം ചുരുക്കി ഒറ്റ വിഷയം മാത്രമായിട്ട് എനിക്ക് തോന്നി. നമ്മള് ഈ ആളുകൾ പഠിക്കാനുള്ളത് ഒരേ ഒരു കാര്യമായിട്ട് ഞാനങ്ങ് ചുരുക്കിക്കൊണ്ടുവന്നു. വേസ്റ്റ് മാനേജ്മെന്റ്. മനുഷ്യൻ ഇതേപോലെ, ഞാനൊരു തോടിന്റെ ഇറമ്പിൽ കുട്ടനാട്ടിൽ താമസിക്കുന്ന ആളാണ്. ഈ തോട്ടിലേക്ക് ആളുകളൊക്കെ, പണ്ടൊക്കെ എന്നിലെ പ്രതികരണ ശേഷി ഉണ്ടായിരുന്ന ആളുകള് ഇതെല്ലാം വലിച്ചെറിയുന്നത് കാണുമ്പോൾ ഞാൻ വഴക്ക് പറയുമായിരുന്നു. അല്ലെങ്കിൽ ഈ പിള്ളേരെയൊക്കെ ആണെങ്കിൽ അടുത്ത് വിളിച്ചിട്ട് അവരെ ഉപദേശിക്കുന്നത് പോലെ ഒരു തരം വർദ്ധാനം. ഇപ്പൊ അതൊക്കെ വീട്ടുകാർ തന്നെ എന്നെ വിലക്കിയിരിക്കുകയാണ്. ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകുന്നുണ്ട്. പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ ആളുകൾ. ഇതെല്ലാം വലിയ വലിയ വൈതരണി. എല്ലാവരും അവനവന്റെ ലോകത്തിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. എല്ലാം, ആർക്കും ആരുടെയും ഒരു സഹായവും വേണ്ട.
സേവനവും വേണ്ട. പണ്ട് എന്തെല്ലാം കാര്യങ്ങൾ പരസ്പരം സഹകരിച്ച് സേവന മനസ്ഥിതിയിൽ ചെയ്തിരുന്നു. ഇന്ന് അതൊന്നും വേണ്ട. കൂലി കൊടുക്കുന്നു. എല്ലാവരുടെയും കാശുണ്ട്, കൂലി കൊടുത്തുന്നു. സേവനം വേണ്ട. സേവനത്തിന് വേതനം കൊടുത്തിട്ട് വാങ്ങുന്ന തരത്തിലേക്ക് അതും മാറിയിരിക്കുന്നു. എല്ലാം വലിച്ച് ഈ തോട്ടിലേക്ക് എറിയുന്ന കാണുമ്പോൾ എനിക്ക് വലിയ സങ്കടമുണ്ട്. ഇപ്പൊ ഈ ഓലമടലും പലർക്കും ഇതൊന്നും വേണ്ട. ഓലയൊന്നും ആർക്കും വേണ്ട. തീ കത്തിക്കാനൊക്കെ എല്ലാവരും ഗ്യാസ് അല്ലാതെ വേറെ ഒന്നും, ഇതൊന്നും ആരും എടുക്കില്ല. പണ്ടൊക്കെ ആളുകൾ ഈ വീട്ടിൽ പറമ്പിൽ വീഴുന്ന ഓലയൊക്കെ മോഷ്ടിച്ചോണ്ട് പോകുമായിരുന്നു. ഒന്നും വേണ്ട. ഇപ്പൊ തേങ്ങ തന്നെ, തേങ്ങയ്ക്ക് ഭയങ്കര വിലയുണ്ടെന്ന് പറഞ്ഞാലും അത് പുതിയ തലമുറയിലെ പിള്ളേര് കണ്ടാലൊന്നും എടുത്തോണ്ടൊന്നും പോകുന്നില്ല. എല്ലാ സാധനങ്ങളും തോട് മുഴുവൻ ഓല കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഓളയും ഇങ്ങനെ ആകെപ്പാടെ ഈ എന്നും യാത്ര ചെയ്യുന്നവര് പോലും അതിനു വേണ്ടിയിട്ട് ഒരു ചെറുവിരൽ പോലും അനക്കാതിരിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സങ്കടമാണ് തോന്നുന്നത്. എന്തിനു വിദ്യാഭ്യാസം? ഇതൊന്നും മെനയായിട്ട് സംരക്ഷിക്കാൻ സ്വയം അവരിയ്ക്കുന്നവന്റെ ചുറ്റുപാടെങ്കിലും ഒന്ന് വൃത്തിയായിട്ടിടാനായിട്ട് മനസ്സില്ലാത്ത ഒരു ലോകം. അവിടേക്കാണല്ലോ വിജയരാമൻ സാറിന്റെ ക്ലാസ് വന്നത്. ഇതിനകത്ത് എന്ത് സൈക്കോളജി, എന്ത് തരം മനോഭാവമാണ് മനുഷ്യനിലൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നത്. ദൈവം ഇതിനൊക്കെ ഒരു വഴി കാണട്ടെ എന്ന് പറയുമ്പോൾ ചിലർക്ക് അത് രുചിക്കത്തില്ലായിരിക്കും. അല്ലാതെ എന്ത് ചെയ്യും? നമ്മളൊക്കെ നിസ്സഹായരായി പോകുന്നു എന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത്. നന്മ നേരുന്നു. നമുക്കെങ്കിലും പറ്റുന്നിടത്തോളം ചിലതെങ്കിലും ഒക്കെ തടയിടാൻ ശ്രമിക്കാം. നല്ലതായി വരട്ടെ. സാറിന് എല്ലാ ഭാവുകങ്ങളും, പ്ലാറ്റ്ഫോമിനും നല്ല ഭാവുകങ്ങൾ. താങ്ക് യു സാർ. സർ, താങ്ക് യു. വിജയരാമൻ സാർ, സാറിനൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, വളരെ ഞാനൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു അർപ്പണ അനുഭവത്തോട് കൂടി ഞാൻ ചെറുപ്പകാലം മുതൽ തുടരുന്ന ഒരു കാര്യമാണ്. അപ്പോ നമുക്ക് ഇനിയും പ്രതീക്ഷകളുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ ജെയിംസ് ഡെല്ലൗലോക്ക് 2024 അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാം, നമുക്ക് EQ വർദ്ധിപ്പിക്കാം, അഡാപ്റ്റബിലിറ്റി കോഷ്യന്റ് നമ്മളെ വർദ്ധിപ്പിക്കാം. അതിനോടൊപ്പം തന്നെ ഇതൊക്കെ തടയാൻ നമുക്ക് കഴിയുമെന്ന് നമ്മുടെ മക്കളെ പഠിപ്പിക്കാനും അതുപോലെ നമ്മുടെ ചുറ്റുള്ള മനുഷ്യരെ പഠിപ്പിക്കാനും കൂടി നമ്മൾ ഇത്തിരിയെങ്കിലും ഒന്ന് ഉപയോഗിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത ഈ ക്ലാസ്സിന് ഒരു സന്തോഷമാകും എന്നുള്ള മാത്രം പറഞ്ഞിട്ട് ഓക്കെ സാർ, താങ്ക് യു. തീർച്ചയായിട്ടും നമുക്ക് ഒത്തൊരുമയോടെ പെരുമാറാം. കാരണം നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, തറവാടിന് വേണ്ടിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. വ്യക്തിപരമായി നമ്മളെ സംബന്ധിച്ചോളം വ്യക്തിപരമായി നമുക്ക് അതിനകത്ത് സ്വാധീനം ചെലുത്താൻ സാധിക്കും. ഞാൻ മാറി എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമ്പോൾ ആ മാറ്റം മറ്റുള്ളവരിലേക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. പലപ്പോഴും നമ്മൾ ഭക്ഷണമൊക്കെ മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ പഴയ പോലത്തെ പാത്രങ്ങൾ കൊണ്ടുപോയി ഭക്ഷണം മേടിക്കുന്നതിന് പകരം ഇപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് കൂട് ആശ്രയിക്കാതെ ഇത് വേണ്ട, ഇത് മതി എന്ന് നമുക്ക് പറയാനുള്ള ഒരു ആർജവം നമുക്ക് ഉണ്ടാകണം. ഇതിലൊന്നും സാമ്പത്തികമായ വലിയ സ്വല്പം ഒരു എളുപ്പം മാത്രമേ ഉള്ളൂ അല്ലേ? ഇത് കൊണ്ടുപോകണ്ട. എങ്ങനെയൊക്കെ പ്ലാസ്റ്റിക് കൂട്ടിട്ടാലും ഞാൻ പറഞ്ഞില്ലേ, കറികളൊക്കെ അത്ര ചൂടുള്ള പ്ലാസ്റ്റിക് പാത്രം അതെല്ലാം നമ്മൾ വളരെ സ്വാദത്തോടെ കഴിക്കും. പോകുന്നത് ഈ മൈക്രോ കണങ്ങളാണ് എന്നറിയാതെ എന്ത് പറയാനല്ലേ. ഓക്കെ, എനിവേ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. സൈക്കോളജി ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഒത്തിരിയും പ്രത്യേകിച്ച് PCTയിൽ തന്നെ ഇത് ആശയപരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു വിഷയമാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ചർച്ചകളൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ച് സംവാദിക്കാം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. ഗുഡ് നൈറ്റ്.